بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. من نظر في الدين إلى من هو فوقه، وفي الدنيا إلى من هو تحته، كتبه الله صابرا وشاكرا. ومن نظر في الدين إلى من هو تحته، ونظر في الدنيا إلى من هو فوقه، لم يكتبه الله صابرا ولا شاكرا. صدق شفيعنا رسول الله صلى الله عليه وسلم. واشكر على كل حال أنت فيه، فما عن حكمة قد خلا أمر إليك يجي. واصبر وصابر لأحكام الإله، ولا تضجر وإياك في الدنيا من اللجج. وأطلق النفس من سجن الهموم يفز غريق قلبك يا هذا من اللجج. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ ആദ്യ സൂക്തമാണ് ഇന്നലെ നാം ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു വച്ചത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങളിൽ ഒരു വലിയ മഹത്വം വിശദമാക്കിയ ശേഷം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരെ സംബന്ധിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിന് നാം നൽകി അൽ കിതാബ,
ആ വേദഗ്രന്ഥം നൽകി, അഥവാ തൗറാത്ത് നൽകി. വജഅൽനാഹു ഹുദൻ, ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലെങ്കിൽ ആ കിതാബിനെ നാം മാർഗദർശനമാക്കി ലിബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക് വഴികാട്ടിയാക്കി കൊടുത്തു. അതിൽ അവരോട് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അല്ലാ തത്തഖിദു മിൻ ദൂനി വക്കീല, എന്നെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ വക്കീലാക്കരുത്, കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന, സർവവും ഏറ്റെടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഏൽപ്പിക്കാൻ പറ്റുന്ന മറ്റൊരാളും ഇല്ല. എല്ലാം ഏറ്റെടുത്തു നിർവഹിച്ചു തരേണ്ടത് ഞാനാണ് എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ സന്ദേശം തൗറാത്തിലൂടെ പഠിപ്പിച്ച് ബനൂ ഇസ്രായേൽ എന്ന വലിയ ജനതയെ നേർവഴിയിലേക്ക് അല്ലാഹു തആല തൗറാത്തിലൂടെ വഴി നടത്തുകയാണ്. ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. ആയത്തിന്റെ തഫ്സീറിലേക്ക് വരുമ്പോൾ ഞാനത് വിശദീകരിക്കാം. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല നമ്മെയും ലോകത്ത് കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ആളുകളെയും ഒക്കെ വിളിച്ച് ഒരു വലിയ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ദുർറിയ്യത മൻ ഹമൽനാ മഅ നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിനോടൊപ്പം നാം വഹിച്ചവരുടെ മക്കളെ, സന്തതികളെ. നമ്മളൊക്കെയാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്, നമ്മുടെ ഉപ്പാപ്പമാരും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ഉള്ളവരിൽ നിന്നാണ് ശേഷം ലോകത്ത് സന്താന പരമ്പരകൾ വന്നത്. ആ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ഭാഗവും അതിൽ നിന്ന് ഒഴിവില്ല. ഒന്നോ രണ്ടോ ദിവസമുള്ള കപ്പൽ യാത്രയല്ല, 6 മാസം നീണ്ടു നിന്ന യാത്രയാണ്. അങ്ങനെ ആ കപ്പലിൽ വഹിച്ചു വന്ന ആളുകളാണ് പിന്നീട് ലോകത്ത് വന്ന മുഴുവൻ ജനങ്ങളുടെയും പിതാക്കൾ. അപ്പൊ കപ്പലിൽ നാം വഹിച്ചവരുടെ സന്തതികളെ, അള്ളാഹുവിന്റെ സംബോധന. എന്നിട്ട് എന്താണ് അല്ലാഹു തആല പറയുന്നത്? നിങ്ങൾ ആ കപ്പലിൽ നാം വഹിച്ചത് ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെയാണ്. പിന്നെന്തേ നിങ്ങൾ ഇങ്ങനെ ആയത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ വന്ന ആളുകളല്ലേ നിങ്ങൾ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആയി? നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല, നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ ആകണം. എന്താ നൂഹ് നബി അലൈഹിസ്സലാമിനുള്ള വലിയ മഹത്വം? ഇന്നഹു കാന അബ്ദൻ ശകൂറ. നൂഹ് അലൈഹിസ്സലാം കൂടുതൽ നന്ദിബോധമുള്ള അടിമയായിരുന്നു. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ വന്ന ആളുകളാകുമ്പോൾ ആ മാതൃകയാണല്ലോ സ്വീകരിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭ്യർത്ഥനയിൽ തങ്ങളോടും നൂഹ് നബി അലൈഹിസ്സലാമിനെ മാതൃകയാക്കാൻ ഒരു കൽപ്പന, മുൻകാല നബിമാരൊക്കെ പിൻപറ്റാൻ അള്ളാഹു തങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളോടും ശേഷം ലോകത്ത് മനുഷ്യ വിഭാഗം തന്നെ എന്ന് മാത്രമല്ല മറ്റു ജീവികളും, ആ കപ്പലിലുള്ള ജീവികളുടെ മക്കളാണ് പിന്നീട് ലോകത്തുള്ളത്.
അത് കാട്ടിലെ ജീവികളൊക്കെ അങ്ങനെ തന്നെ. ആ കപ്പലിലുള്ളവരുടെ സന്താന പരമ്പര. അപ്പൊ കപ്പലിൽ നാം വഹിച്ചവരുടെ ഉദ്ദേശിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെയാണ്, സന്തതികളെ. നിങ്ങൾ ഇങ്ങനെ ആകാൻ പറ്റൂല. നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടു പഠിക്കണം. ആ മഹാനുഭാവന്റെ ജീവിതം മാതൃകയാക്കണം എന്ന ഒരു വലിയ വിഷയമാണ് നമുക്ക് പിന്നീട് പറയാനുള്ളത്. ആദ്യം മോദി വെച്ചത് വആതീനാ മൂസൽ കിതാബ്. മൂസാ നബി അലൈഹിസ്സലാമിന് നാം വേദഗ്രന്ഥം നൽകി. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് ഇസ്രാ ആണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വലിയ ബഹുമാനം. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമിന് തങ്ങൾക്ക് മുമ്പ് തൗറാത്ത് എന്ന കിതാബ് നൽകിയ ബഹുമാനം. പിന്നെ ആ തൗറാത്തിന്റെ ലക്ഷ്യം ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കും സത്യനിഷേധത്തിൽ നിന്ന് ഈമാനിലേക്കും അവരെ വഴി നടത്താൻ വേണ്ടി അല്ലാ തത്തഖിദൂ മിൻ ദൂനി വക്കീല, അല്ലാഹുവിലേക്ക് എല്ലാവരും മനസ്സ് തിരിക്കണം, അല്ലാഹുവിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം. തൗഹീദാണിത്. വേറെ ആരെയും അവലംബിക്കരുത്, വേറെ ഒരു വസ്തുവിലേക്കും അവലംബിക്കരുത്. തൗഹീദിൽ അങ്ങ് മുങ്ങി ജീവിക്കണം ആളുകൾ. ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥാനം തൗഹീദിൽ മനുഷ്യൻ അടിയുറച്ചവനായി ജീവിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കണം. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അവൻ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് സംസാരിക്കണം, എന്നാ തെറ്റൂല. അള്ളാഹുവിനെ മനസ്സിലെത്തിയിട്ട് അള്ളാഹുവിനെ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് നന്നായി സംസാരിക്കണം. എന്നാ പിന്നെ കശപിശ വരൂല. പറയേണ്ടതേ നാവിലൂടെ വരും. പറയേണ്ടതില്ലാത്ത ഒന്ന് വന്നാൽ അപ്പോഴേക്ക് ഖൽബ് അവിടെ നിയന്ത്രിക്കും. അള്ളാഹുവിനെ ഓർമ്മയുള്ള ആളാണ് സംസാരിക്കുന്നത്. അല്ലാത്ത തഖ്ദൂ മിൻ ദൂനി വക്കീല എന്നുള്ള ആയത്ത് വിശദീകരിച്ച് പറയാണ്, വഇൻ തഫക്കറ ഫീ ദലാഇലി തൻസീഹില്ലാഹി തആല. ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി, തെളിവുകളെപ്പറ്റി ചിന്തിക്കണം. എന്തെല്ലാം ചിന്തിക്കാനുണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കാൻ ഒരുപാടുണ്ട് നമുക്ക്. മഴ ചിന്തിക്കാനുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ്. നമ്മൾ കാണുന്ന കാഴ്ച വസ്തുവായിട്ടൊരു പക്ഷേ കുടുംബസമേതം പോയി കാണുന്ന സമുദ്രം ചിന്തിക്കാനുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ്. ആ സമുദ്രത്തിന്റെ നടുവിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദ്വീപ് എത്ര വലിയ ദൃഷ്ടാന്തമാണ്. ആ ദ്വീപിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന കാവൽ ഭിത്തി ഒരുപാട് ചിന്തിക്കാനുണ്ട്. കടലിൽ നിന്ന് ശരിക്ക് 1 മീറ്റർ 2 മീറ്റർ അപ്പുറത്ത് വെള്ളത്തിന് വേണ്ടി കുഴി കുടിക്കുമ്പോ ലവലേശം ഉപ്പിന്റെ സ്വാദില്ലാത്ത നല്ല വെള്ളം, ഇപ്പുറത്ത് നല്ല ഉപ്പുജലമുള്ള കടലിലെ വിശുദ്ധ വെള്ളം. എത്ര വലിയ മാറ്റമാണ്. അപ്പൊ ഈ ഭൂമിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തന്ന തെളിവുകളെ പറ്റി ഒരു മനുഷ്യന് ചിന്തിച്ചാൽ ഒരു നിലക്കും തീരൂല. അതാണ് ചിന്തിക്കേണ്ടത്. തഫക്കറൂ ഫീ ആലാഇല്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിക്കുക. വലാ തതഫക്കറൂ ഫീ ദാത്തില്ല, അല്ലാഹുവിന്റെ ദാത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ദാത്തിനെ പറ്റി ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ ദാത്തിനെ, പരിശുദ്ധമായ ദാത്തിനെ പറ്റി ചിന്തിച്ചാൽ വിവരമില്ലാത്തവർ എഴുതി വെച്ചതുപോലെ കയറും ഇറങ്ങും, കയ്യ് കാല് കണ്ണ് മൂക്ക് എന്നൊക്കെ പറയേണ്ടി വരും, എഴുതേണ്ടി വരും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തവനാകും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ വിരലുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല ചിന്തിക്കാൻ എത്ര സംഭവങ്ങൾ തന്നിട്ടുണ്ട്.
ഖുർആൻ പറയുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്, വഫി അൻഫുസികും വഫലാ തുബ്സിറൂൻ, നിങ്ങളെ ശരീരങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കണം, നമ്മളെ ശരീരത്തെ പറ്റി ചിന്തിക്കണം. ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ അല്ലാഹു തആല വിയർപ്പ് കൂടുതൽ തരുന്നുണ്ട്. എന്തിനാണത്? അവിടെ അത്ര തോന വിയർപ്പ്. ചില ഭാഗങ്ങളിൽ അല്ലാഹു തആല തണുപ്പ് കൂടുതൽ തരുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ അല്ലാഹു തആല രോമകുറ്റികളെ നിലനിർത്തുന്നുണ്ട്. എത്ര വലിയ ചിന്തിക്കാണ്ടെന്നറിയതിലൊക്കെ. കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മൂക്കിന്റെ ഓട്ടയിലൂടെ വല്ലതും അങ്ങോട്ട് കയറി പോകുമ്പോ ഇല്ല, പോകൂല. ശ്വാസം അങ്ങോട്ട് നന്നായി വലിച്ച് കുറച്ച് ശബ്ദത്തോടു കൂടെ വലിച്ചാലും ഒന്നും കയറിപ്പോകൂല, ധൈര്യമായിട്ട് ഉറങ്ങാം. കാവൽക്കാരാരാ? അള്ളാഹു ഉള്ളിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് കാവൽക്കാരെ. അഥവാ ഏതെങ്കിലും ഒന്നങ്ങോട്ട് സ്പീഡിൽ കിടക്കുകയാണെങ്കിൽ അത് വേഗതയിൽ ഇങ്ങോട്ട് തന്നെ പുറത്തു വരും. എന്നാ പിന്നെ കണ്ണിലേക്ക് വല്ലതും കിടക്കാൻ കഴിയുമോ? ചില ആൾക്കാർ കണ്ണ് തുറന്ന് കിടക്കുമല്ലോ, ഓപ്പൺ ചെയ്തിട്ട്. ആ കണ്ണിലേക്ക് വല്ലതും കിടക്കും? ഇല്ല. എത്ര വലിയ കാവലാണ് അല്ലാഹു തആല വെച്ചത് ഇരുഭാഗങ്ങളിലായിട്ട്. ഇനി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ രോമങ്ങൾ ഇല്ലാന്ന് കൂട്ടിക്കോളും. എന്നാലും ശരീരത്തിലൂടെ എന്തെങ്കിലും ഒന്ന് അരിച്ചു പോയാൽ ഈ തൊലി പ്രതികരിക്കാൻ പറ്റുന്ന, തട്ടിക്കളയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രതിരോധം അല്ലാഹു തആല നമ്മുടെ തൊലിക്ക് വെച്ചിട്ടുണ്ട്. രോമങ്ങളൊന്നും ഇല്ലാന്ന് കുട്ടികൾ ശരീരത്തിൽ, മാറിൽ രോമൊന്നും ഇല്ലാന്ന്. കിടന്നുറങ്ങുന്ന സമയത്ത് ചെറിയൊരു പ്രാണി കടിക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ കയ്യോ നമ്മുടെ കാലോ അതിനെ തട്ടി മാറ്റിയിട്ടുണ്ട്. കടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ചോര മുഴുവനും കുടിച്ചിട്ടില്ല. നമ്മുടെ ഉറക്കിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. വഫീ അൻഫുസികും വഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്ക്, ഈ വിരലുകൾ, 5 വിരലുകൾ, ഇത് സമമായിട്ട് ഒരേ രൂപത്തിലാണ് അല്ലാഹു തആല സംവിധാനിച്ചതെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടത്രേ. ഇതിന്റെ വലുപ്പം ഒരേ രൂപത്തിലായിരുന്നെങ്കിൽ എത്ര സൗന്ദര്യത്തിന് കുറവുണ്ടാവും നമുക്ക്, അല്ലാഹു തന്ന സൗന്ദര്യത്തിന്റെ വലുപ്പം. എന്നാൽ ഈ 5 എണ്ണവും കൂടി ഒരേ രൂപത്തിലേക്ക് പിടിക്കാൻ പറ്റും. ഈ 5ഉം ഒരേ വലുപ്പത്തിലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നടക്കൂല. ഈ 5ഉം വലുപ്പം കുറഞ്ഞതുകൊണ്ട് പലതും പിടിക്കാനും പറിക്കാനും ഉരുട്ടാനും ഒക്കെ കഴിയുന്നുണ്ട്. ഒരേ വലുപ്പത്തിലായിരുന്നെങ്കിൽ ചിലതിനൊക്കെ തടസ്സമാകുമായിരുന്നു. ഒറ്റ വിരലും മറ്റൊരു വിരലിന് തടസ്സം ഇല്ല. എന്നാ ഏതെങ്കിലും ഒരു വിരല് ആവശ്യമില്ലാത്തതുണ്ടോ? അതുമില്ല. ഓരോ വിരലുകളെ കൊണ്ട് പ്രത്യേക ആവശ്യങ്ങളാണ്. ആ വിരലിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന മടക്കുകളും ആ വിരലിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ചുളിവുകളും ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. 1, 2 എന്നല്ല, ഒരുപാട് രഹസ്യങ്ങൾ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്. മനുഷ്യനാണ് ചിന്തിക്കാൻ ഏറ്റവും അത്ഭുതമുള്ള ജീവി. ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ പോലെ അല്ലാഹു തആല സൗന്ദര്യം നൽകിയ ഒരു സൃഷ്ടി ലോകത്തേതാണ്? ഒറ്റൊന്നുമില്ല. മനുഷ്യനെ പോലെ സൗന്ദര്യവും സൗകര്യവും അല്ലാഹു തആല നൽകിയ ഒരു സൃഷ്ടി ലോകത്ത് വേറൊന്നിനും അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. അതിന് ഖുർആൻ പണ്ഡിതന്മാർ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കുന്നത് മാത്രമേ തിരഞ്ഞെടുത്ത് കഴിക്കുള്ളൂ. ഒരു തക്കാളിത്തോല് പോലും ഉള്ളിലേക്ക് കഴിക്കൂല. അഥവാ അറിയാതെ ഒരു ഉള്ളിത്തോല്, പെട്ടെന്ന് ദഹിക്കാത്തൊരു ഉള്ളിത്തോലുണ്ട് കോരിട്ടതില്, അപ്പൊ ഇറക്കിയിടും. അങ്ങനെ ചവക്കുന്ന സമയത്ത് ദഹിക്കാത്തൊരു ചെറിയ മുള്ളോ എല്ലോ എവിടെങ്കിലും ഒന്ന് ഉരസിപ്പോയാൽ അത് പുറത്തെടുത്ത് കിട്ടും. നമുക്ക് ഒരുപാട് ഗുണം തരുന്ന നമ്മുടെ ആലയിലെ പശു ഒരു കൊട്ടയിൽ അതിന് കൊണ്ടുപോയി ഭക്ഷണം വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള ഇലകളുണ്ട്, പുല്ലുണ്ട്, ആ കൂട്ടത്തിൽ മുള്ളുണ്ട്. വിട്ടുപോയതാണ്, അരിഞ്ഞ കൂട്ടത്തിൽ. വേർതിരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിലൊന്നും മാറ്റി നിർത്താൻ അതിന് കഴിവുണ്ടോ?
എല്ലാറ്റിന്റെയും കൂട്ടത്തിൽ അങ്ങോട്ട് തിന്നുകൂട്ടുക എന്നല്ലാതെ എന്ത് ചെയ്യും? സ്വസ്ഥമായി സ്വച്ഛന്തമായി കിടക്കുന്ന നാം നമ്മുടെ ശരീരം കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നത്? അഥവാ നമ്മൾ ഉറങ്ങുമ്പോൾ കയ്യോ ഏതെങ്കിലും ഒരു അവയവം ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് രക്തം നീങ്ങുന്നതിന് ചെറിയൊരു തടസ്സം വന്നാൽ നമ്മുടെ ഉറക്കം ഉണരും. കൈ ഇങ്ങനെ വെച്ച് എടുക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി എങ്കിൽ അവിടെ രക്തത്തിന് ചെറിയ ഓട്ടം നിലച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കമുണരും. അപ്പൊ ആ കൈയിന് ഒരു പ്രത്യേക തരിപ്പുണ്ടാകും. ഒന്നിങ്ങനെ 2-3 പ്രാവശ്യം എക്സസൈസ് ചെയ്ത് പിന്നെ നമ്മൾ ഉറങ്ങാം. ഇനി ആ ഉറക്കത്തിൽ തന്നെ നമ്മുടെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അല്ലാഹു തആല മറിച്ചിടുകയാണ്. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിനെ അല്ലാഹു തആല മറിച്ചിട്ടതുപോലെ വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാൽ 300 കൊല്ലം സുഗമമായി വിശ്രമിച്ച ആ മഹത്തുക്കളെ വനുഖല്ലിബുഹും ദാത്തൽ യമീൻ വദാത്തൽ ശിമാൽ, വലത്തോട്ടും നമ്മൾ മറിക്കുന്നു, ഇടത്തോട്ടും മറിക്കുന്നു. രണ്ടും 2 നേരത്തും 2 ഭാഗത്തേക്ക്. ഒരൊറ്റ ടൈമിൽ പോലും അവരെ ശരീരത്തിലേക്ക് വെയിൽ കൊള്ളുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഉദിക്കുന്ന സമയത്ത് വെയിൽ വരാത്ത മറ്റൊരു ഭാഗത്തേക്ക്, അസ്തമയത്തോടടുക്കുമ്പോൾ വെയിൽ വരുമെങ്കിൽ അത് വേറൊരു ഭാഗത്തേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിമറിച്ച് കിടത്തുകയാണ്. ആ ശരീരത്തിന് അത്രയും മഹത്വമുള്ളത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് ആ വിശ്രമം നൽകിയത് എത്ര വർഷമാണ്? വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 300 വർഷം. ഒരു കണക്ക് പ്രകാരം, മറ്റൊരു കണക്ക് പ്രകാരം 309. രണ്ടും ശരിയാണ്. ചന്ദ്രവർഷ കണക്ക് പ്രകാരവും അല്ലാത്ത കണക്ക് 2 രൂപത്തിൽ വരും. രണ്ടും കണക്ക്. ഇത്രയും വർഷം അവരെ കിടത്തി ഉറക്കിയിട്ട് എന്തെങ്കിലും ഒരു ക്ഷീണം എപ്പോഴെങ്കിലും ഒരിക്കൽ ആയിട്ടില്ല. ആ സുഖം കൊണ്ടാണ് എഴുന്നേറ്റപ്പോ അവര് പറഞ്ഞു, നമ്മളെപ്പോഴാ എത്ര ഗുഹയിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട്? ലബിസിനാ യൗമൻ ഓ ബാലയോ, 300 വർഷം താമസിച്ചിട്ട് അനുഭവിച്ചത് എത്ര? ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം. കാരണം അവർ എഴുന്നേറ്റ് നോക്കുമ്പോ രാവിലെ വന്ന് വൈകുന്നേരമായതുപോലെയുണ്ട്. അപ്പൊ ചിലർന്നല്ല ഇന്നലെയാണ് നമ്മൾ കിടന്നത്, അല്ല ഇന്ന് രാവിലെയാണ്. അങ്ങനെ അര ദിവസം ഒരു ദിവസം. 1-2 മാറ്റങ്ങളുണ്ട്. മുടി കുറച്ച് നീളം അങ്ങനെ കൂടിയിട്ടുണ്ട്, നഖവും അനുസരിച്ച് നീളം അങ്ങനെ കൂടിയിട്ടുണ്ട്. വേറെ അവരുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗങ്ങൾക്കൊന്നും കാര്യമായി ഒരു മാറ്റവും വന്നിട്ടില്ല. അത്രയും വർഷം സുഗമമായ ഉറക്കം അവർക്ക് അല്ലാഹു തആല കൊടുത്തത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റി നമ്മൾ ചിന്തിക്കാനാണ്. വലിയൊരു ദൃഷ്ടാന്തം അതിലൂടെ അല്ലാഹു തആല ലോകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദലാഇൽ, ലക്ഷ്യങ്ങളിൽ ചിന്തിക്കണം. ഉമിനീര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമിനീര് തൊളയിൽ, നമ്മുടെ വായിൽ ഉമിനീര് ഇങ്ങനെ വറ്റാതെ ഉറവങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിന്റെ ഉൽപാദനത്തിന്റെ പിന്നിൽ? ഭക്ഷണം കഴിക്കാത്ത സമയത്തുണ്ടല്ലോ അതങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നോമ്പ് നോറ്റ 12 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ യാതൊരു തടസ്സമില്ല, അതങ്ങനെ ഉറവ പൊട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിച്ചിട്ടാന്ന് പറയുകയാണെങ്കിൽ നോമ്പ് നോറ്റ കാലത്തുണ്ടല്ലോ. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത ആളുകളുടെ വായിലും ഉമിനീരിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണവും കഴിക്കാൻ പറ്റൂല, പിന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാനേ പറ്റുള്ളൂ. എത്ര വർഷമായി? 2 വർഷമായി. അങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അപ്പോഴും അവർക്ക് ജീവിതം അങ്ങനെ നിലനിന്നു പോകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ നീക്കുപോക്കുകൾക്ക്, കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ അല്ലാഹു തആല തരുന്ന ലക്ഷ്യങ്ങൾ ചിന്തിക്കാൻ മാത്രം വലുതാണ്. വഇൻ ത്വലബ മിനല്ലാഹ്, എന്തെങ്കിലും തേടുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് തേടണം. തേടാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൽ നിന്ന് തേടണം. അത് വലിയൊരു കാര്യമാണ്.
ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പറയാണ് ഫയകൂനു കുല്ലുഹു ലില്ലാഹി വബില്ലാഹ്, മുഴുവനും അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിനോട് ബന്ധപ്പെട്ടുകൊണ്ടാകും. ഏതാണ് നമ്മൾ വിശദീകരിച്ച ആയത്ത്? അല്ലാ തത്തഖിദു മിൻ ദൂനി വക്കീല. ഇവിടെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരുടെ സംഭവം അല്ലാഹു തആല പറഞ്ഞതിന്റെ പിന്നിൽ വിശദമായി വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അസാധാരണ സംഭവമായ ഇസ്രാ ആണ് ഇന്നലെ നാം വിശദീകരിച്ചത്. അതിനുശേഷം ചുരുങ്ങിയ സമയത്ത് നടന്ന ഇസ്രായിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിന് എത്ര നബിമാരുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമില്ലേ? എന്താ രണ്ടാമത്തെ ആയത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ പറയാനുള്ള കാരണം? അത് വിശദീകരിച്ചപ്പോൾ മഹാന്മാര് പറഞ്ഞു, ആ ഇസ്രാ എന്ന യാത്രയിൽ ഈ ഉമ്മത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഗുണങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിലൂടെ ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് നിസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ വരുമ്പോ നമുക്കൊക്കെ നമ്മെ സഹായിച്ച് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എണ്ണം ചുരുക്കി തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കി പറഞ്ഞയച്ചു. അതിനവിടെ വലിയ സഹായിയായി നിന്നത് മൂസാ നബി അലൈഹിസ്സലാം. ഇങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ. മറ്റൊരു വിഷയം, ഇസ്രാ മിഅ്റാജിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ട് വന്നു. അല്ലാഹുവിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയും ഉയർന്ന സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിച്ചപ്പോൾ നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ ആഗ്രഹം മൂസാ നബി അലൈഹിസ്സലാമിന് നടത്തപ്പെടാത്തത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത മറ്റൊരു ഭാഗ്യമാണ്, അല്ലാഹുവിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും കണ്ടുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണാൻ. അതിനാ മൂസാ നബി അലൈഹി സ്വലാമിനെ നിർത്തിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട് ആകാശത്തിൽ, ഇദ്രീസ് നബി അലൈഹി സ്വലാമുണ്ട്, ഒരുപാട് നബിമാരുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിനെ നിർത്തി ആ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം തൊട്ടടുത്ത് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഈ ഒരു വിഷയത്തോട് വലിയ ബന്ധമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ് അവിടെ ആ വിഷയം പറഞ്ഞത്. തൊട്ടു താഴെ അല്ലാഹു തആല നമ്മെ ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട വിഷയം ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നാം വഹിച്ചവരുടെ സന്താനങ്ങളെ. ലോകത്ത് പിന്നീട് മനുഷ്യന്മാര് മുഴുവനും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിലൂടെ വന്നവരാണ്. കപ്പലിലുണ്ടായിരുന്ന സാമു, ഹാമു, യാഫിസ് എന്ന 3 പുത്രന്മാർ, അവരിലൂടെയാണ് പിന്നെ ലോകത്ത് എല്ലാ ജനവിഭാഗവും. പിന്നീട് വന്ന ആളുകളൊക്കെ, വിവിധ രാജ്യങ്ങളിൽ വന്നവരൊക്കെ ഈ 3 മക്കളിൽ നിന്ന് വന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറേണ്ടിയിരുന്ന വേറൊരാളാണ് കൻആൻ. പക്ഷെ കൻആൻ അങ്ങനെ കയറിയില്ല. കൻആനോട് നൂഹ് നബി അലൈഹിസ്സലാമിന് എതിർപ്പൊന്നുമില്ല. കപ്പലിൽ കയറാൻ വേണ്ടി, വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം വളരെ വലിയ അഭ്യർത്ഥന നടത്തി. നല്ല സ്നേഹത്തോടെ മകനെ വിളിച്ചു, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. പ്രിയപ്പെട്ട മകനെ, പൊന്നുമോനെ, കുഞ്ഞുമോനെ എന്നൊക്കെ വിളിക്കുന്ന സ്വരത്തിൽ നമ്മളോടൊപ്പം കപ്പലിൽ കയറിക്കോ. ഈ നിഷേധികളെ കൂടെ പെട്ടുപോകണ്ട, നശിച്ചു പോകും. മകനത് കേട്ടില്ല. മകൻ പറഞ്ഞു, അവിടെ വലിയൊരു പർവ്വതം കാണുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കയറിക്കോളാം. അതിന് മുമ്പ് പറഞ്ഞു, വലിയൊരു മരണ്ട്, ആ മരത്തിന്റെ മുകളിൽ ഏതായാലും വെള്ളത്തൂല. മരത്തിന്റെ മുകളിലും വെള്ളത്തിയപ്പോ പിന്നെ മലയുടെ മുകളിലേക്ക് കയറി.
ഒറ്റ മറുപടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർ റഹീം. ഇന്ന് അള്ളാഹു അനുഗ്രഹിച്ച ഈമാനുള്ളവർക്കല്ലാതെ ആർക്കും ഇന്ന് കാവലില്ല. ഇന്ന് അള്ളാഹു കാവൽ നൽകുന്നത്, സുരക്ഷിതത്വം നൽകുന്നത് ഇല്ലാ മർ റഹീം, അള്ളാഹു പ്രത്യേകം റഹ്മത്ത് ചെയ്യുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങളാണ്. അവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും ഇന്ന് റഹ്മത്ത് കിട്ടും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ചേരേണ്ടിയിരുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമാണ് അവിടുത്തെ ഭാര്യ വാഹില. പക്ഷെ ആ പെണ്ണിനും അതിന് തൗഫീഖ് ഉണ്ടായില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ജീവിതം കിട്ടിയെങ്കിലും വിശ്വാസത്തോടുകൂടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. പതറിപ്പോയി, തെറ്റിപ്പോയി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വത്തിൽ സംശയിച്ചു. ജനങ്ങളോട് ഭാര്യ പോയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ജുനൂനാണ്. നമ്മളെ പറ്റിയിട്ട് ആൾക്കാരടുത്ത് പോയിട്ട് ഭാര്യമാര് പറഞ്ഞാൽ അത് പ്രശ്നമൊന്നാകൂല. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലാണ്, നബിയുമാണ്, റസൂലും. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അങ്ങനെ പറയുന്നത് അള്ളാഹു തആലക്ക് സഹിക്കൂ? നല്ല ഒരു മനുഷ്യന്റെ കീഴിൽ ജീവിതം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ച വലിയ ഒരു മഹത്വം നിങ്ങൾ നോക്കൂ. ഒറ്റ വാക്കാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. ഖുർആൻ മുഫസ്സിറുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഇന്നഹു കാന അബ്ദൻ ശകൂറ. നൂഹ് നബി അലൈഹിസ്സലാം ആരാണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറ. ഷാക്കിർ എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കണം. ഷാക്കിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്ദിയുള്ളവനാണ്. ഷക്കൂർ എന്ന് പറഞ്ഞാലോ കൂടുതൽ നന്ദി ചെയ്യുന്നവൻ. എപ്പോഴാണ് കൂടുതൽ നന്ദി ഒരാൾക്ക്? അതൊക്കെ പറയാം. എങ്ങനെയാണ് കൂടുതൽ നന്ദി ഉണ്ടാക്കേണ്ടത്? അതും പറയാം. കൂടുതൽ നന്ദിയുള്ള മഹാനായിരുന്നു. ഒരൊറ്റ പ്രാവശ്യം നന്ദി ചെയ്താൽ അതിന് ഷാക്കിർ എന്ന് പറയും. ശുക്ർ ജീവിതത്തിൽ പതിവാക്കി എല്ലാ ഘട്ടങ്ങളിലും അതിൽ നിന്ന് വിടാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശക്കൂർ എന്ന് പറയുന്നു. ശുക്കൂർ അല്ല, ശക്കൂർ. ഇവിടെ അതാ പറഞ്ഞ നന്ദിയുള്ളവൻ. അതിന് ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നത്, ജീവിതത്തിന് ജീവിതോപാധിയായിട്ട് അല്ലാഹു തആല എന്ത് നൽകിയിട്ടുണ്ടോ അതിനൊക്കെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം നന്ദി ചെയ്തിട്ടുണ്ട്. ഇന്നഹു കാന ലാ യതനാവലു ശൈഅൻ മിൻ മുഖവ്വിമാത്തി ഹയാത്തിഹി ഇല്ലാ ശക്കറല്ലാഹു അലൈഹാ. ജീവിതോപാധിക്ക് വേണ്ടി നമുക്ക് അല്ലാഹു തആല എന്തെല്ലാം തന്നിട്ടുണ്ട്? എല്ലാറ്റിനും നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. നമ്മൾ ശുക്ർ ചെയ്ത ഒരു കാര്യമുണ്ട്. ഖുർആനിലെ ഇത് വിശദീകരിച്ച ഒരു മുഫസ്സിർ, അല്ലാഹു തആല അദ്ദേഹത്തിന് ദറജ കൊടുക്കട്ടെ, ഒരു മുഫസ്സിർ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ശുക്റുണ്ട്. അതേതാ? ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് ബിസ്മില്ലാ എന്ന് പറയും, കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. സ്റ്റോപ്പ്. നമ്മളിലുള്ള ശുക്ർ അതാ. അപ്പോഴേക്കും നമുക്കൊരു ഓർമ്മ, ആകെ ഒരു ഓർമ്മയുള്ള സമയം അതാ. ഞാൻ എന്റെ വക പറയല്ല. ويقول بعض العارفين ما أكثر ما غفل الإنسان عن شكر الله على نعمه نرى كثيرا من الناس قصارى جهدهم أن يقول بسم الله في أول الطعام والحمد لله في آخره. നന്ദി കഴിഞ്ഞു. ഭക്ഷണം കിട്ടുമ്പോൾ ആദ്യത്തിലൊരു ബിസ്മിയും അവസാനത്തിൽ ഹംദും കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുണ്ട്, അതിലേക്കൊന്നും ഒരു ശ്രദ്ധയില്ല. ഹംദും ശുക്റും ചെയ്യൽ അനിവാര്യമായ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്, അതിനൊന്നുമില്ല. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാം അങ്ങനല്ല. വലാ തനഅമ ബിനിഅമത്തിൻ, ഒരു സുഖവും മഹാനവറുകൾ ആസ്വദിച്ചിട്ടില്ല. മിൻ തറഫിൽ ഹയാത്തി, ജീവിതത്തിന്റെ സുഖങ്ങളിൽ നിന്ന്. ഇല്ലാ ഹമിദല്ലാഹ അലൈഹാ, അതിനൊക്കെ അല്ലാഹുവിന് സ്തുതി പറയും. അതെ, ഒന്നും രണ്ടും കൊല്ലല്ല, 1250 കൊല്ലം ജീവിച്ച മഹാനാണ് ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം. അപ്പൊ ആ ശുക്രിന്റെ വലുപ്പം ഒന്ന് ആലോചിച്ചു. ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ, അൽഹംദുലില്ലാ. നമ്മൾ പറയാത്ത ഘട്ടം പറഞ്ഞുതരാം. ആൾക്കാർക്ക് ശുക്രില്ലാത്തതുകൊണ്ട്
ഉസ്താദെ, ഒരു സന്തോഷം അറിയിക്കാൻ വിളിച്ചതാണ്. ഒരാളെ വിളിക്കുകയാണ്. എന്താണ്? ഭാര്യ പ്രസവിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചോദിക്കും? എന്തുകുട്ടിയാന്ന് ചോദിക്കും. എല്ലാവരും ചോദിക്കും, അറിയാൻ വേണ്ടി. പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അയാൾ അൽഹംദുലില്ലാ പറയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ അൽഹംദുലില്ലാ പറയാത്തത്? ഒരു സന്തോഷല്ലേ നിങ്ങൾക്ക്? എത്ര ആളുകൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു കുട്ടി കിട്ടാൻ വേണ്ടി ദ്വാരന്ന് നേർച്ചയാക്കി കാത്തിരിക്കുന്നവരുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന് ഒരു സബബിനെ തന്നില്ലേ? എന്താ പറയാത്ത? പെണ്ണായിപ്പോയ തിരിച്ചുണ്ട്. ഞാൻ ഇത് പെണ്ണാകുന്ന എഴുതിയിരുന്നു. 5 ആൺകുട്ടികളുണ്ട്, ഇതെങ്കിലും പെണ്ണാന്ന് എഴുതിയിരുന്നു. ഇതും ആണായിപ്പോയി. തന്നത് അല്ലാഹു തആലയല്ലേ? ഇതില്ലാത്തവരിലേക്ക് നമ്മൾ ചേർത്തി നോക്കുമ്പോ എത്ര വലിയ സുഖമാണ് അല്ലാഹു തന്നത്. പറയണ്ടേ ഉടനെ അൽഹംദുലില്ലാ? ആ അൽഹംദുലില്ലക്കൊക്കെ എത്ര കടുപ്പ്, എത്ര സന്തോഷം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ ജീവിതത്തിൽ എന്ത് സുഖങ്ങൾ മഹാനവർക്ക് കിട്ടിയിട്ടുണ്ടോ? അൽഹംദുലില്ലാ പറയില്ല. അത് വിശദമാക്കി പറഞ്ഞപ്പോ നമ്മളോട് മഹാന്മാര് പറഞ്ഞു, ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മൾ പറയേണ്ട ഹംദ് എങ്ങനെയാണെന്നറിയാം. കുറെ ഹംദ് മറന്നവരല്ലേ നമ്മള്. അതുകൊണ്ട് നമുക്ക് പറയാൻ നല്ലത് അൽഹംദുലില്ലാഹി അലാ കുല്ലി നിഅമത്തിൻ അൻഅംതഹാ അലയ്യ യാ റബ്ബ്. റബ്ബേ, നീ എനിക്ക് ചെയ്ത സർവ്വ അനുഗ്രഹങ്ങൾക്കും നിനക്ക് ഞാൻ സ്തുതി പറയുന്നു. വനസീതു അൻ അഹ്മദക അലൈഹാ, സ്തുതിക്കാൻ ഞാൻ മറന്നുപോയ കാര്യങ്ങൾക്കും ഞാൻ സ്തുതി പറയുന്നു. ഇത് പറയലാണ്. കാരണം അപ്പൊ എല്ലാം പെട്ടോളും, പെടാത്തൊന്നും ഉണ്ടാകൂല. മറന്നു എന്ന് പറഞ്ഞാൽ മറന്നു. പിന്നെ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ എണ്ണി ഒരാൾക്ക് ഇങ്ങനെ പറയും, 4 അല്ലെങ്കിൽ 5 ഇങ്ങനെ പറയും അല്ലേ? പക്ഷെ അപ്പോഴൊക്കെ ഒരു സ്തുതിയുടെ വലുപ്പം, സ്തുതി പറയേണ്ട കാര്യം ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിച്ച് ഒരൊറ്റ സമയം ഒഴിവാക്കിയിട്ടില്ല. ഖാന ഇദാ അക്കൽ, ഭക്ഷണം കഴിച്ചാൽ നൂഹ് നബി അലൈഹിസ്സലാം പറയും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വലൗ ശാഅ അജഅനി. എനിക്ക് ഭക്ഷണം നൽകിയ റബ്ബേ, നിനക്ക് സർവസ്തുതിയും. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നെ അല്ലാഹു തആലാക്ക് പട്ടിണിക്കിടാം. പക്ഷേ എന്നെ അല്ലാഹു പട്ടിണിക്കിട്ടില്ല, എനിക്ക് ഭക്ഷണം തന്നു. എത്ര പേരുണ്ട് പട്ടിണിയായി കിടക്കുന്നവർ? വൈദാ ശരിബ ഖാല അൽഹംദുലില്ലാഹില്ലദീ അസ്ഖാനി വലൗ ശാഅ അൽമഅനി. വെള്ളം കുടിക്കുമ്പോഴൊക്കെ പറയും, വെള്ളം കുടിക്കുമ്പോഴൊക്കെ എത്ര ജീവിതത്തിൽ വെള്ളം കുടിച്ചോ, കുടിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് വെള്ളം കുടിപ്പിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. അവൻ ഉദ്ദേശിച്ചാൽ എനിക്ക് എന്നെ വെള്ളത്തിന് ദാഹിക്കുന്ന ആളാക്കി മാറ്റാമായിരുന്നു. വൈദക്തസ, വസ്ത്രം ധരിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു എന്നല്ല, പുതിയ വസ്ത്രം ധരിച്ച ആരെ കണ്ടാലും, ഒരു തഫ്സീറിൽ കാണാം അങ്ങനെ, പുതിയ വസ്ത്രം ധരിച്ച ആരെ കണ്ടാലും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഹംദിന്റെ വാചകം പഠിപ്പിക്കുമായിരുന്നു. എത്ര പുതിയ ഡ്രസ്സ് നമ്മൾ മാറി മാറി ധരിച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, രാത്രി ഒരു വസ്ത്രം മാറ്റി രാവിലെ ആകുമ്പോൾ നമ്മൾ ഒരു വസ്ത്രം ചേഞ്ച് ചെയ്തു. ഓരോ നിസ്കാരത്തിനും നമ്മൾ വസ്ത്രം മാറ്റുന്നു, പണിക്ക് വേറെ വസ്ത്രം ധരിക്കുന്നു. അതുപോലെ തന്നെ കുളിക്കാനും അതുപോലെ തന്നെ വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ വേറെ വസ്ത്രം മാറ്റുന്നു. വസ്ത്രം എപ്പോൾ ധരിക്കുമ്പോഴും പറയും അൽഹംദുലില്ലാഹില്ലദീ കസാനി, എന്നെ ധരിപ്പിച്ച അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. വലൗ ശാഅ അഅറാനി, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നഗ്നത നൽകാമായിരുന്നു. എന്നെ അല്ലാഹു നഗ്നനാക്കിയില്ല. വൈദഹ്തദാ, ചെരുപ്പ് ധരിക്കുമ്പോ പറയും അൽഹംദുലില്ലാഹില്ലദീ ഹദാനി, എനിക്ക് ചെരുപ്പ് ധരിപ്പിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. വലൗ ശാഅ അഹ്ഫാനി, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെരുപ്പിടാതെ എന്നെ നടത്തിക്കാമല്ലോ. റബ്ബിനൊരു മശിയത്ത് മതി. നമ്മൾ എത്ര ശ്രമിച്ചാലും പിന്നൊരു പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അത് അല്ലാഹു തആല എനിക്ക് തന്ന വലിയൊരു ഗുണമാണ്. വൈദാ ഖളാ ഹാജതുഹു, ആവശ്യം നിർവഹിച്ചാൽ പറയും അൽഹംദുലില്ലാഹില്ലദീ അഖ്റജ അന്നി അദാഹു ഫീ ആഫിയ വലൗ ശാഅ ഹബസഹു. ല്ലേ, എന്താ ബുദ്ധിമുട്ട് എന്നാണ് ചോദിക്കും. ഉസ്താദെ, ബുദ്ധിമുട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ ആ ചെറുതും വലുതായി മാറും.
അപ്പൊ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല തന്ന രക്ഷയെപ്പറ്റി അപ്പോഴും ഒരു പക്ഷേ നമ്മൾ ഓർക്കൂല. എന്താണ്? മലമൂത്ര തടസ്സം, നേർക്ക് പോകുന്നില്ല. ചെറിയൊരു ആശങ്കയൊന്നുമല്ലത്, വലിയ ആശങ്കയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ശരീരത്തിന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണ് ഏറ്റവും വലിയ സുഖം. അതവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാകൂല. എപ്പോൾ പറയും നല്ല സുഖത്തോടെ, നിങ്ങൾ നോക്കി, നല്ല സുഖത്തോടെ എന്നിൽ നിന്ന് ശല്യം നീക്കി തന്നു. നമ്മളങ്ങോട്ട് ചെന്നിരിക്കുമ്പോ, ഇപ്പൊ നടക്കുമ്പോഴൊക്കെ ശരിക്കും ഇപ്പൊ നമ്മള് രണ്ട് ഭാഗവും മലവും മൂത്രവും പോകുന്ന ഭാഗങ്ങൾക്ക് നമ്മൾ യാതൊരു അടപ്പും നമ്മൾ ഇട്ടിട്ടില്ല. അല്ലാഹു തആല തന്നൊരു കഴിവ് നോക്കണം. റബ്ബ് തന്ന ഒരു വലിയ അനുഗ്രഹം. നമ്മൾ അവിടെ ചെന്ന് ക്ലിയറായി അതങ്ങോട്ട് ഉദ്ദേശിച്ചത് ഇരിക്കുമ്പോ അതങ്ങനെ അങ്ങോട്ട് സ്വസ്ഥമായി പോകും. നടക്കുന്നിടത്തൊക്കെ അത് ഉറ്റുന്നൊരവസ്ഥ, അതല്ല ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ അഖ്റജ അന്നി അദാഹു ഫീ ആഫിയ, നല്ല സുഖത്തോടെ പുറപ്പെടുവിച്ചു തന്നു, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. എത്ര സുഖത്തോടെയാണ് ഇരുന്നിട്ട് കുറെ നേരം ഇരുന്ന് ബുദ്ധിമുട്ടാകേണ്ടി വന്നോ? ഇല്ല. ചിലരൊക്കെ ഇരുന്ന് എത്ര നേരം ബുദ്ധിമുട്ടാകുന്നു. എന്നാലും അവർ പറയും മുഴുവനായിട്ടും ക്ലിയർ ആയി പോയിട്ടില്ല, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അത് കേൾക്കുമ്പോ എത്ര വലിയ സങ്കടമാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു 2-3 തുള്ളി മൂത്രം ഒഴിച്ചതാണ്, പിന്നെ മൂത്രം വരുന്നില്ല. മൂത്രം വരാതിരിക്കുന്നതും അനിയന്ത്രിതമായി ഉറ്റിപ്പോകുന്നതും രണ്ടും ബുദ്ധിമുട്ടല്ലേ? ഇനി മൂത്രം കൊണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ ട്യൂബ് ഇടണം, സങ്കീർണമായ അവസ്ഥയാണ്. അല്ലാഹു തആല വലിയ ബലായിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ് ഇപ്പൊ ഒരു മനുഷ്യന്റെ മൂത്രദ്വാരത്തിലേക്ക്, ആ മൂത്രദ്വാരത്തേക്കാൾ അല്പം വ്യാസം കൂടുതലുള്ള ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് മൂത്രം മുറ്റിപ്പോകുന്നത് അവൻ അറിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരവസ്ഥയാണ്. എത്ര വലിയ സങ്കടമാണ്. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഹബസഹു, അതവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കാം അല്ലാഹു തആല. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ തഫ്സീറിൽ എണ്ണി പറഞ്ഞു എന്നല്ല, ഏത് വിഷയം മഹാനവർകൾ ഉണ്ടാകുന്ന സംബന്ധിക്കുന്ന സമയത്തും ഒരു സുഖം അനുഭവിക്കുമ്പോഴും ഹംദ് പറയാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഇന്നഹു കാന അബ്ദൻ ശകൂറ. പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിൽ അപ്പോഴും ഉണ്ട്. മറ്റൊരു തഫ്സീറിൽ അങ്ങനെയാ പറഞ്ഞത്, നൂഹ് നബി അലൈഹിസ്സലാം യറല്ലറാ നിഅമതൻ കമാ യറസ്സറാ നിഅമതൻ മിന്നാ. ബുദ്ധിമുട്ട് അതൊരു അനുഗ്രഹമായി കാണും. നല്ല ക്ഷേമം അനുഗ്രഹമായി കാണുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഗ്രഹമായി കാണും. ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കണ്ടിട്ട് ഒരു വിഷമം ഉണ്ടാകൂല. പിന്നെ 2 സമയത്തും നന്ദി ചെയ്യാൻ ഉള്ള കഴിവിൽ. അതുകൊണ്ടാണല്ലോ മുഅ്മിനായ മനുഷ്യനെ പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇന്ന സ്വാബത്തുഹു സറാഉ ശകർ, സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു മുഅ്മിന് വന്നെത്തിയാൽ അവൻ ശുക്ർ ചെയ്യും. വഇന്ന അസാബത്തുഹു ദറാഉ സ്വബർ, ശുക്റിന്റെ വേറൊരു വിധമാണ്. വല്ല ബുദ്ധിമുട്ടും വന്നാൽ ക്ഷമിക്കും. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ അറിയുന്നത്, ആ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് പരാതിയൊന്നും പറയാതെ കഴിവിന്റെ പരമാവധി പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. ദ്വേർക്കാൻ പറയണ്ടെന്നല്ല, ഒരു പ്രയാസം പുസ്തകം ദ്വേർക്കാൻ പറയണ്ടെന്നല്ല. പിന്നെ അതങ്ങനെ ക്ഷീണായിട്ട് സദാസമയത്ത് ഫാത്തിഹ അടക്കം തെറ്റിപ്പോകുന്ന അവസ്ഥ, മനസ്സിനെ അലട്ടി ഈ ഒരു വിഷമം വന്നിട്ട് നിസ്കാരത്തിലെ ഫാത്തിഹ അത്തഹിയ്യാത്തും അടക്കം തെറ്റിപ്പോകുക, എന്നാൽ അത്രയും ലെവലായി പോകുക. അപ്പൊ സ്വബർ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. നല്ല സ്നേഹമുള്ള ഒരു കുട്ടി അങ്ങ് മരിച്ചു. എത്ര സ്വബർ വേണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വഹാബി ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഈ കുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു.
ആ സ്വഹാബി പറഞ്ഞു തങ്ങളോട്, നബിയെ, ഞാൻ ഈ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കമാ അഹബ്ബക അല്ലാഹ്, എങ്ങനെ അള്ളാഹു തങ്ങളെ ഇഷ്ടം വെക്കും പോലെ. എന്റെ മോനല്ലേ, എപ്പോഴും ആ സ്വഹാബി വരികയാണെങ്കിൽ കൂടെ മോണ്ടാവും. തങ്ങളെ സദസ്സിലേക്ക് വരുമ്പോ എപ്പോഴും ഉണ്ടാവും, കുട്ടി കൂടെ ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞപ്പോ ഈ സ്വഹാബിനെ കാണുന്നില്ല, ജമാഅത്തിനും കാണുന്നില്ല, ഒന്നിനും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ? എപ്പോഴും കുട്ടിയെയും കൊണ്ടുവരുന്ന ആ സ്വഹാബി എവിടെ വെച്ചു? എപ്പോഴും മോനുണ്ടാവും കയ്യിൽ, കുട്ടി ഉണ്ടാവും, എവിടെ വെച്ചു? സ്വഹാബത്തെ അന്വേഷിച്ചു എവിടെ. അപ്പോ വല്ലാത്ത വിഷമത്തിലാണ്, കുട്ടി മരിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വിഷമവും കരുതണ്ട, നന്നായി ക്ഷമിച്ചോളൂ. നാളെ നിങ്ങൾ കടക്കാൻ പോകുന്ന സ്വർഗത്തിന്റെ ഏത് ഗേറ്റ് ഉണ്ടോ ആ ഗേറ്റിലൊക്കെ നിങ്ങളെ കാത്ത് ആ മോനുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു സന്തോഷം. ഏത് ബാബിൽ നിങ്ങൾ പോകുകയാണെങ്കിലും, സ്വർഗത്തിന്റെ കവാടത്തിൽ ഏത് ഗേറ്റിലൂടെ കിടക്കുകയാണെങ്കിലും നിങ്ങളെയും കാത്തു പ്രതീക്ഷിച്ച് അവിടെ ആ മോനുണ്ടാകും. അപ്പൊ നല്ല സൊബറിന് കിട്ടിയ മറുപടിയാണ്. കുട്ടി അങ്ങനെ പോയി. ഇനിയിപ്പോ ഞാനും ജീവിച്ചിട്ട് കാര്യമല്ല, മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ, കയ്യോ കാലോ എന്തെങ്കിലും മുറിക്കുക, അതിലേക്കൊന്നും തുനിയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യാതെ, എന്തിനാണ് അള്ളാഹു എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കാതെ പിടിച്ചു നിന്നു. അത് അതിന്റെ ഒരു മാർഗമാണ് ശുക്രിന്റെ. അതാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞതാണ്, പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ശുക്ർ ചെയ്യണം. സന്തോഷവേളയിൽ മാത്രമല്ല ശുക്ർ, നന്ദി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് എല്ലാ ഘട്ടത്തിലും. അതുകൊണ്ടല്ല നിങ്ങൾ നോക്ക്, കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വബ്രത്രയെന്നറിയാം. കപ്പൽ യാത്ര ചെയ്ത് ചെറിയ യാത്ര എന്നല്ല, 6 മാസക്കാലം. റജബ് 10 തുടങ്ങി മുഹറം 10 അവസാനിച്ചു. 6 മാസമായില്ലേ? റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ പോയി നങ്കൂരമിടുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത വലിയ ബർക്കത്ത് നോക്ക് നിങ്ങൾ. 7 ധാന്യങ്ങളെ കൊണ്ടുള്ള വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം അല്ലാഹു നൽകി. കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വിവിധ തരം 7 ധാന്യങ്ങൾ. ആ 7 ധാന്യങ്ങളും കൂട്ടിയിട്ട് ഒരു വിഭവം ഉണ്ടാക്കി അവിടെ. അതിൽ നിന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങിയ 80 ആളുകളും നല്ലോണം ഭക്ഷണം കഴിച്ചു. കാരണം കപ്പലിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുമ്പോൾ മുഴുവനും വെള്ളമാണ്, കര കാണാതെ അങ്ങനെ ഓടല്ലേ. അപ്പൊ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇത് 1-2 ദിവസമല്ലല്ലോ, ഒരു വിഷമമുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച ഭക്ഷണങ്ങളല്ലേ കഴിക്കാനുള്ളൂ. നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങി നടക്കും പോലെ ആകൂലല്ലോ. ഏതായാലും ഒരു പ്രയാസം തന്നെ. നമ്മൾ ആൾക്കാരന് എത്ര പ്രയാസപ്പെടുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ആദ്യം തന്നെ ട്രാവൽസിനോട് ചോദിക്കും, ഭക്ഷണം ഉള്ള ഫ്ലൈറ്റ് ആണോ ഇല്ലാത്ത ഫ്ലൈറ്റ് ആണോ? ഭക്ഷണം ഇല്ലാത്ത ഫ്ലൈറ്റാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. ആര് പൊരേന്ന് ഭക്ഷണം കഴിച്ച് പോണ ആളെ ചോദിക്കുന്നത്. കാരണം അതൊരു ആവശ്യമാണ്. യാത്രയിലാണെങ്കിലും അത് 2-3 മണിക്കൂറിനിടയിൽ ഒരു ഭക്ഷണം കിട്ടുക എന്നുള്ളൊരു ആവശ്യമാണ്. അപ്പൊ ഇത് എത്ര സമയം ഓടിയ കപ്പല. പുറത്തിറങ്ങിയ സമയത്ത് നല്ല ബറക്കത്തിന് നൂഹ് നബി അലൈഹിസ്സലാമിനും ആ കൂടെയുള്ള വിശ്വാസികൾക്കും അല്ലാഹു തആല ബറക്കത്ത് ഭക്ഷണം കൊടുത്തു. ഖുർആൻ അത് പറയുന്നുണ്ട്, വലിയ ബറക്കത്താണ് കൊടുത്തത്, ചെറിയ ബറക്കത്തൊന്നുമല്ല. ആ ബർക്കത്തിൽ അവരുടെ ജീവിതം ഇതുവരെ കപ്പലിൽ നിന്ന ക്ഷീണമൊക്കെ ഭക്ഷണം കഴിച്ച ഒരൊറ്റ സമയത്ത് തന്നെ മാറിപ്പോയി. വലിയ സന്തോഷം കിട്ടിപ്പോയി. അപ്പൊ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നന്നായി ക്ഷമിച്ച് ശുക്ർ ചെയ്തപ്പോൾ അല്ലാഹു തആല അത് വലിയൊരു മാതൃകയാക്കി ലോകത്തെ മുഴുവനും പഠിപ്പിച്ചു ആ ശുക്രിന്റെ മാർഗം. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശുക്ർ വിശദീകരിച്ച് ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്ദി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയാം. നന്ദി ഉണ്ടാകാൻ പറ്റുന്ന ആളുകളോട് കൂടെ ഇടപഴകണം.
നന്ദി ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നന്ദിയുടെ ഒരു ബോധം എപ്പോഴും നമ്മുടെ അവയവങ്ങൾക്കും ശരീരത്തിനും വേണം. മഹത്തുക്കൾ നന്ദി ചെയ്തതുപോലെ നന്ദി ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിനും ഉണ്ടായിത്തീരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു കൊടുത്ത ഉപദേശം കാണാം. യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, കുൻ വരിഅൻ തകുൻ അഅബദൻ നാസ്. നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളാകണം. എന്നാൽ തകുൻ അഅബദൻ നാസ്, നിങ്ങൾ ജനങ്ങളിലെ ഏറ്റവും വലിയ ആബിദാകും. കൂടുതൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞേ, സൂക്ഷ്മത പാലിച്ച് എല്ലാത്തിനും സൂക്ഷ്മത. സൂക്ഷ്മത ഉണ്ടോ എന്നാ നിങ്ങൾ ഏറ്റവും വലിയ ആബിദ. നിങ്ങളെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷ്മത, വറഅ്, അതാണ് പ്രധാനമായും ത്വരീഖത്തിന്റെ മാർഗമെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. വത്വരീഖത്തുൻ അഖ്ദുൻ ബിഅഹവത കൽ വറഅ വഅസീമത്തിൻകരിയാലത്തിൻ മുതബത്തില. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദുൻ ബിഅഹവത, നല്ല ഉറപ്പുള്ളത് സ്വീകരിക്കുക. ഉദാഹരണം കൽവറ, ഈ സൂക്ഷ്മത പോലെ. മനസ്സിലാവുമല്ലോ നമുക്കത് പറഞ്ഞാൽ. പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞ സ്ഥലത്ത് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും വലിയ മഹാനുമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പോക്കറ്റിലുള്ള ദിർഹം കാണില്ല. ഇപ്പൊ തിരിച്ചു വന്നപ്പോ അവിടെ ഒരു ദിർഹം കാണുന്നുണ്ട്. അപ്പോഴേക്ക് മനസ്സിലൊരു ആശങ്ക, ഇത് വേറെ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ വീണതാണെങ്കിലോ? നമുക്കങ്ങനെ ആശങ്ക വരാത്തതാ പ്രശ്നം. അതാ നമ്മുടെ പ്രശ്നം. അതവിടെ വെച്ചുപോയി, അതെടുത്തില്ല. നമ്മളെങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ സൂക്ഷ്മത. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് കാണുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് ചെരുപ്പെടുത്ത് നമ്മൾ വിടും. ആ ചെരുപ്പിന്റെ ആൾ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ടാവും. നമ്മളെ ചെരുപ്പ് വേറെ ആരോ മാറിക്കൊണ്ടുപോയി. എന്നാ പിന്നെ അതിന് പകരം വെച്ചതാ മറ്റേ ചെരുപ്പ്? അല്ല, അത് വേറെ ആൾതാ. അല്ലെങ്കിൽ ചെരുപ്പിടാതെ വന്ന ആള് ചെരുപ്പിട്ടാ വന്നുള്ള ധാരണയെ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വേറെ ചെരുപ്പിട്ട് പോയാലോ? അത് സൂക്ഷ്മതല്ല, അതൊരു കണക്കിന് പറഞ്ഞാൽ തെറ്റാണ്, ശരിയല്ല. അങ്ങനെ പറയും ചിലപ്പോ ആളുകൾ, നിങ്ങൾ ചെരുപ്പ് എവിടെ വെച്ചിരുന്നു? നമ്മുടെ ആ തൊട്ടടുത്ത് ചെരുപ്പിട്ട് പോയിക്കോളി എന്ന് പറയും. നിങ്ങൾ ഇടാൻ പാടില്ല. ഷിറാസി ഇമാം ചിന്തിക്കുന്നത് അവിടെ നിസ്കരിച്ച് വേറെ ആരെങ്കിലും നിസ്കരിച്ചപ്പോ കൊഴിഞ്ഞു വീതാണെങ്കിലും ഞാൻ അത് എടുത്ത ആളാകൂലേ, അതുകൊണ്ട് വേണ്ട. നിങ്ങൾ നോക്കുക, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സൂക്ഷ്മത തന്നെയാണിത്. സ്വഹാബത്ത് സ്വീകരിച്ച സൂക്ഷ്മതയും ഇതാണ്. ആ വറഅ് എപ്പോഴും കാത്തു സൂക്ഷിച്ചാൽ തകുൻ അഅബദൻ നാസ്, ഏറ്റവും വലിയ ആബിദായി മാറാൻ പറ്റും. ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് വറഅ് ഏറ്റി തരട്ടെ. എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷ്മത എന്ന് പറഞ്ഞ വലിയൊരു വിഷയം. ഇനി ജനങ്ങളിൽ ഏറ്റവും വലിയ നന്ദിയുള്ള ആകാൻ പറഞ്ഞു കൊടുത്ത വലിയൊരു മനുന്ന്, വകുൻ ഖനിഅൻ തകുൻ അഷ്കറൻ നാസ്. അബൂ ഹുറൈറ തങ്ങളെ നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാകണം. എന്നാൽ തകുൻ അഷ്കറൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ നന്ദി ബോധമുള്ള ആളാകും നിങ്ങൾ. അതിനല്ലേ ആളുകൾക്ക് കഴിയാത്തത്. അതുകൊണ്ടാണല്ലോ അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ പോകുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ട് ആളുകൾ പരാജയത്തിന്റെ വക്കിലെത്തുന്നത്. പലരും, ഞാനത് വിശദമായി പറയുന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. അള്ളാഹു ഐശ്വര്യവും കൂട്ടിക്കൊടുക്കും, ആഫിയത്തും കൊടുക്കും, എല്ലാം കൊടുക്കും. പരിധി വിട്ടുപോകുമ്പോൾ ഒരു പക്ഷേ സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ പറ്റാത്തതിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നീങ്ങേണ്ടി വരും. അപ്പൊ ആളുകൾ അവനോട് പറയും, ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ എന്ന് പറയും. ഏതാനും കുഴപ്പമില്ലെന്നാ അങ്ങനെയും നീങ്ങാന്ന് പറയും, അല്ലേ? ഒരാളൊരു കച്ചവടം ചെയ്യാൻ, ആ കച്ചവടത്തിൽ നിന്ന് അയാൾക്കും കുടുംബത്തിനുള്ള ലാഭം, മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ട്. അതേ കച്ചവടം തന്നെ അപ്പുറത്ത് വേറൊരാൾ ചെയ്യുന്നുണ്ട്, അതേ കച്ചവടം തന്നെ സെയിം.
പക്ഷെ അപ്പുറത്തെ കച്ചവടത്തിൽ അയാൾ ഓരോ ദിവസം വന്ന് പറയും, നിനക്കിന്ന് എത്ര ലാഭം കിട്ടി? എനിക്കിന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് കിട്ടിയിട്ട് ചിലവൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 1500 അല്ലെങ്കിൽ 1000-900 രൂപ കിട്ടിയിട്ടുണ്ട്. നിന്റെ അതേ കച്ചവടം തന്നെ ഞാനും നടത്തുന്നത്, പക്ഷെ എനിക്കിന്ന് വൻ ലാഭം. നിനക്ക് എത്ര കിട്ടി? എനിക്കിന്ന് 6000-7000. അപ്പൊ ഇയാൾ ചിന്തിക്കുന്നത് എന്താ പരിപാടി? എൻ്റെ അതേ കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ചായ, ഞാൻ വെച്ച അതേപോലെ തന്നെ ഉള്ളിവട, അതേപോലെ ഞാൻ ഉദാഹരണം പറയട്ടോ, ഞങ്ങളെ കച്ചവടം നടത്തുന്നത് എന്നോട് ദേഷ്യപ്പെടണ്ട. അതേപോലെ തന്നെയുള്ള പഴങ്ങൾ, പലഹാരങ്ങളോ മറ്റോ ഇതേ സെയിം കച്ചവടം തന്നെ അപ്പുറത്തും ഇതേ വിലയാണ് അവിടെ ഇല്ല. പക്ഷെ അവിടെ എങ്ങനെ ലാഭം കൂടുതൽ, ഇവിടെ എങ്ങനെ ലാഭം കുറവ്? ഒരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിങ്ങനെ അന്വേഷിച്ചപ്പോ ഇടക്കിടക്ക് ആളുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരുന്നത് കണ്ടപ്പോ ഇയാൾക്ക് തോന്നി, ഈ കച്ചവടത്തിന്റെ മറവിൽ വേറെ വല്ല കച്ചവടം ഉണ്ടോ? അല്ല, ആളുകൾ ഇത്ര കൂടുതൽ, അവിടെ അത്ര സൗകര്യമുള്ള ഈ കടയുടെ ആ സൗകര്യം അവിടെയുള്ളൂ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നിയമപാലകർ വന്നു, പരിശോധനക്ക് ചെക്കിങ്ങുകാർ വന്നു, അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാ കാണുന്നത്. അപ്പൊ ഈ കടക്കാരൻ വന്ന് ചോദിക്കുമ്പോ എന്താ പ്രശ്നം? എന്താ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല എത്രയും കാലമായിട്ട്? ഇയാള് സജീവ മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണ്. അപ്പൊ 6000-7000 കണക്കിപ്പോഴാ പുറത്തു വരുന്നത്. ആ കിട്ടുന്ന 1500 കൊണ്ട് ശരിക്ക് തൃപ്തിപ്പെട്ട് നല്ല ബർക്കത്തോടെ പോകാമായിരുന്നൊരു കുഴപ്പമില്ല. ഇപ്പൊ എന്ത് ചെയ്തു? അത്യാഗ്രഹം എന്നൊരു പറയുന്ന വിഷയത്തിലേക്ക് കടുങ്കൈ ചെയ്തപ്പോൾ ആ മനുഷ്യൻ എല്ലാവരാലും അപമാനിതനായി മാറി. അതൊരു ഉദാഹരണം. അങ്ങനെ എത്ര കാണാൻ കഴിയും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും വലിയ ഷാക്കിറായി മാറാം, ഏറ്റവും വലിയ നന്ദിബോധമുള്ള ആളായി മാറാം. അതെല്ലാത്തിലും അങ്ങനെ തന്നെ തൃപ്തിപ്പെട്ടു പോകും. വീട്, ഭാര്യ, മക്കൾ, എല്ലാ വിഷയത്തിലും തൃപ്തിപ്പെട്ട് അവരിൽ നന്മയുണ്ടാക്കി നന്മ വളർത്തി നല്ല നിലക്ക് മുന്നോട്ട് പോകുക. എന്നാൽ അതിൽ വലിയ ശുക്രിന്റെ ബോധമുണ്ടാകും. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വലിയൊരു നിർദ്ദേശമാണ്. ഈ ശുക്രിന്റെ ബോധം, നിഅമത്ത് ഇങ്ങനെ അധികരിക്കുന്നതിനനുസരിച്ച് ശുക്രിന്റെ ബോധം ഇങ്ങനെ കൂടിക്കൂടി വരണം. എപ്പോഴും ശുക്ർ ഒരേ ലെവലിലല്ല. നിഅമത്ത് അല്ലാഹു തആല തരുന്നതിനനുസരിച്ച് ശുക്ർ ഇങ്ങനെ കൂടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ വലീമത്ത്, കല്യാണ സദ്യയാണ് മിക്ക ഭാര്യമാർക്കും നൽകിയത്. ഒരു ഭാര്യയ്ക്ക് ഒഴികെ. ഒരു ഭാര്യയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമത്ത് കൊടുത്തത് ആടിനെ അറുത്തിട്ട് നല്ല ഭക്ഷണം. കാരണം അത് അള്ളാഹു കൊടുത്ത പ്രത്യേക നിഅമത്താണ്. അല്ലാഹു തആല ഡയറക്റ്റായി വിവാഹം ചെയ്തു കൊടുത്തൊരു ഭാര്യയുണ്ട്, ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. ഖുർആൻ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. സവ്വജ്നാകഹാ ലകൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖലൂ മിൻഹുന്ന വതറ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സൈനബ് ബീവിക്ക് നബി തങ്ങൾ വലീമത്ത് കൊടുത്തതുപോലെ വേറെ ഒരു സഹധർമ്മിണിക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമത്ത് കൊടുത്തിട്ടില്ല. ഔലമ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടാണ് തങ്ങൾ വലീമത്ത് കൊടുത്തത്. അതെന്തേ? അള്ളാഹു നിഅമത്ത് ഏറ്റിക്കൊടുത്തപ്പോ ശുക്ർ കൂടുതലാക്കി. അല്ലാഹു തആല തൃപ്തിപ്പെട്ട് ഡയറക്റ്റായി നൽകിയ വിവാഹമായതുകൊണ്ട് അതിന് കൊടുത്ത ശുക്ർ അത് ചെറുതാകാൻ പറ്റൂലല്ലോ, കുറച്ച് വലുതാകണം. പ്രായത്തിനനുസരിച്ചും കൂടണം. 40 വയസ്സാകുമ്പോൾ ശുക്രിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ അല്ല. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സ് മുതൽ എല്ലാ ഉപ്പമാരും ഉമ്മമാരും പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നൊരു പ്രാർത്ഥനയല്ല, അള്ളാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. മഹത്തുക്കൾ മുഴുവനും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വലിയ ഐശ്വര്യം അള്ളാഹു നൽകിയ നബിയാണല്ലോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം.
ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. റബ്ബേ, നീ എനിക്ക് ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാനുള്ള പ്രചോദനവും അതിനുള്ള അവസരവും എനിക്ക് നീ ഉണ്ടാക്കി തരണം. ഒരുപാട് നിഅമത്ത് നീ എനിക്ക് തന്നു, എന്റെ മാതാപിതാക്കൾക്കും നീ തന്നു. 40 പ്രാർത്ഥന എന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥന സൂറത്തുൽ അഹ്ഖാഫിലുണ്ട്. നമ്മളാരും മറിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാവരും പഠിച്ചു പ്രാർത്ഥിക്കേണ്ടതാണത്. സന്ദർഭം അല്ലാഹുവാണ് തരേണ്ടത്. റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. എനിക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം തരണം, അവസരം തരണം. വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റു പലർക്കും നോക്കിയിട്ട് ഞാൻ കാണാത്ത പലതും എനിക്ക് നീ തന്നിട്ടുണ്ട്. അതിനൊക്കെ നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ അവസരം തരണം, അതിനുള്ള അവസരവും പ്രചോദനവും തരണം. അതുമാത്രം പോരാ, വഅൻ അഅമല സ്വാലിഹൻ തർളാഹു, നീ തൃപ്തിപ്പെടുന്ന സുകൃതം ചെയ്യാനും എനിക്ക് നീ അവസരം തരണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ ഉണ്ടാക്കി തരണം, മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം എന്നുള്ള പ്രാർത്ഥനയും അതിന്റെ പിറകിൽ ഉണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ പ്രായം കൂടുമ്പോ, വയസ്സ് കൂടുമ്പോ, ഐശ്വര്യം കൂടുമ്പോ, ഓരോ ഘട്ടങ്ങളും കൂടുമ്പോ ശുക്രും കൂടണം. എല്ലായ്പ്പോഴും ഒരുപോലെയാകാൻ പറ്റൂല. നമ്മൾ മുമ്പ് താമസിച്ചിരുന്നത് ഒരു കൊച്ചു വീട്ടിലാണ്. ഇപ്പയോ അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് നല്ലൊരു വീട്. എന്നാൽ അതിന് നല്ല ശുക്ർ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. എന്താ ഏറ്റവും വലിയ ശുക്ർ? വീട് ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നത് ഒരു ശുക്റാണ്. എനിക്ക് ഈ വീട് തന്നത് അള്ളാഹുവാണ്, അദ്ദേഹത്തിനും ഒരു പാകമായ വീട് വേണം. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യണം. ദീനിനുള്ള സഹായം അത് അള്ളാഹു നമുക്ക് തന്ന ഐശ്വര്യത്തിന്റെ ഒരു ശുക്റാണ്. ദീനീ സ്ഥാപനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് നമ്മളാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം ശുക്രിന്റെ മാർഗമാണ്. അവരത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, അതിന്റെ പേരിൽ സ്തുതിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ചെയ്യുന്നത് അതൊന്നും മറയാക്കിയല്ല, അള്ളാഹുവിനുള്ള ശുക്ർ മാത്രമാക്കിയാണ്. അപ്പൊ അള്ളാഹു തആല ഒരാളെങ്ങനെ കോടീശ്വരനാക്കിയത് തെറ്റൊന്നുമല്ല, അള്ളാഹ് കൊടുത്ത നിഅമത്താണ്. പക്ഷെ ആ നിഅമത്തിന് ശുക്ർ ചെയ്യണം. എങ്ങനെയൊക്കെ ശുക്ർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശുക്ർ ചെയ്യണം. അതിനനുസരിച്ച് അനുഗ്രഹങ്ങൾ ചെയ്യണം. മഹാന്മാർ അത്രക്ക് ശുക്ർ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവരെ നോക്കിയിട്ട് സഹായിക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കൂട്ടുകാരന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കും. അലി റളിയല്ലാഹുവിന്റെ ഉറ്റ സുഹൃത്ത. ആ കൂട്ടുകാരനെ ഇങ്ങനെ അടുത്തിങ്ങനെ നിർത്തിയിട്ട് ജനാസ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. തങ്ങൾ ചോദിച്ചു, അലൈഹി ദൈൻ. വല്ലാത്തൊരു ചോദ്യമാണ്. ഈ കിടക്കുന്ന ആൾക്ക് കടണ്ടോ? സഹാബത്ത് പറഞ്ഞുണ്ട്. കടത്തിന്റെ കണക്കും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സല്ലു അലാ സ്വാഹിബി, നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങളെ കൂട്ടുകാരൻ. ഫർള് വിടണ്ടേ? ഞാൻ നിസ്കരിക്കുന്നില്ല. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുക്രാൻ നബിയെ, ഞാനത് ഏറ്റെടുത്തു, ഞങ്ങൾ നിസ്കരിക്കൂ. കാരണം ഇക്കിടക്കുന്നത് എന്റെ സുഹൃത്താണ്, എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളിലും സംബന്ധിച്ച ആളാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, അല്ലാഹു നിങ്ങളുടെ പെരടി, നിങ്ങൾ അദ്ദേഹത്തിന്റെ പെരടി മോചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പെരടിയും അല്ലാഹു മോചിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബാധ്യതയിൽ നിന്നാണ് നിങ്ങൾ മോചനം നൽകിയത്. ആ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ മുന്നിലും അങ്ങനെ ജനാസ വന്നിട്ട് പള്ളിയിൽ നിന്നിങ്ങനെ പറയാണ്, ആരോരും ഇല്ലട്ടോ, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഏറ്റെടുക്കണം, അത് വീട്ടണം. നമ്മളിങ്ങനെ ചിന്തിക്കണം, പടച്ചോനെ, അയാളെ കടം വീട്ടാൻ അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഞാൻ അതൊന്ന് വീട്ടിയാൽ എനിക്ക് നീ തന്നതിന് ശുക്രാവുമല്ലോ, ചാൻസ് മുതലാക്കണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയാണ് അള്ളാഹു തന്ന നിഅമത്തിന് വല്ലാത്തൊരു ശുക്രാണ് ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ മുതലാക്കാൻ, ശുക്ർ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരിൽ നിന്നും താല്പര്യങ്ങൾ ഉണ്ടായിത്തീരും. ആ ശുക്ർ തന്നെ എല്ലാ സമയത്തും ഒരുപോലെയല്ല. ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു കഅബ ഷരീഫിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മഹാനവറുകളോട് ഒരു അയറാബി ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഇലാ ബൈത്തില്ലാ, ഞാൻ കഅബയിലേക്ക് പോകുകയാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്. അപ്പൊ അയറാബി പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് നിങ്ങളൊരു ഭ്രാന്തനെ പോലെ ഉണ്ടല്ലോ. അതെന്തേ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്തനാന്ന് തോന്നാൻ കാരണം? നിങ്ങൾ നടന്നാണല്ലോ പോകുന്നത്, വാഹനല്ല, ഭക്ഷണമല്ല, എത്ര ദൂരം യാത്ര ചെയ്യണം? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരുപാട് വാഹനങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്റെ പക്കൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, മറാക്കിബ് കസീറ വലാകിന്നക ലാ തറഹ, നിങ്ങൾ കാണുന്നില്ല. ഒരുപാട് വാഹനങ്ങൾ. എന്തൊക്കെയാ വാഹനം? ഇദാ നസൽതു അലാ ബലിയത്തിൻ റകിബ്തു മർകബസ് സബർ. ഈ യാത്രയിൽ ഒരു പ്രതിസന്ധി, ഒരു പരീക്ഷണം, ഒരു പ്രയാസം വന്നാൽ ഞാൻ സബറിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യും. എനിക്കുള്ളൊരു മർക്കബ് അതാണ്, യാത്രയിലുള്ള പ്രധാനപ്പെട്ട മർക്കബ്. ബലിയത്ത് പരീക്ഷണം വരും യാത്രയിൽ, പക്ഷെ അപ്പൊ സബറിന്റെ മർക്കബ് എനിക്കുണ്ട്. ഇനിയോ വൈദാ നസല അലയ്യ നിഅമത്തുൻ റകിബ്തു മർകബസ് ശുക്ർ. എനിക്കൊരു അനുഗ്രഹം ഈ യാത്രയിൽ വന്നെത്തിയാൽ ഞാൻ ശുക്രിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യും. അള്ളാഹു ഈ യാത്രയിൽ ഞാനിങ്ങനെ പോകുമ്പോ അവിചാരിതമായിട്ട് എനിക്ക് ഭക്ഷണം തന്നു, ഒരാൾ എന്നെ സൽക്കരിച്ചുകൊണ്ട്. എന്നാ പിന്നെ എനിക്ക് ഏതാണ് അവിടെയുള്ള വാഹനം? ശുക്രിന്റെ വാഹനം. ഞാനിങ്ങനെ പോകുമ്പോ രാത്രി എന്നെ കടക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചുകൊണ്ടുപോയി, ഒരു ഒന്നിവിടെ കടന്നിട്ട് രാവിലെ പോകാം. ഞാൻ അവിടെ ശുക്രിന്റെ വാഹനത്തിൽ കയറും. ഞാനങ്ങനെ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ എനിക്കൊരു മുസല്ല വിരിച്ചു തന്നു, അപ്പോഴും ഞാൻ ശുക്രിന്റെ വാഹനത്തിൽ കയറും. എന്ത് നിഅമത്ത് യാത്രയിൽ അല്ലാഹു എനിക്ക് തരുന്നോ അതിനൊക്കെ ശുക്രിന്റെ നിഅമത്ത്. നമ്മളിങ്ങനെ പലയിടത്തും പോയി ഇങ്ങനെ നിൽക്കുക. ഒരു പരിചയക്കാരൻ വന്നു, ഉസ്താദേ ഒരു ചായ കുടിക്കൽ. ചായയും കുടിച്ച ചായക്ക് ഹംദ് പറയാൻ തന്നെ നമ്മൾ മറന്നു പോകാം. ശുക്രിന്റെ മർക്കബ്. അപ്പൊ ആ ശുക്രിന്റെ മർക്കബ് എന്തൊരു ശുക്ർ അവിടെ ചെയ്യണം. നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് ഒരു ഭക്ഷണം, ഒരു വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറുതാണ്. മഹാനവർകൾ പറഞ്ഞു, വൈദാ നസല ബിയൽ ഖളാഉ റകിബ്തു മർകബൽ റിളാ. വല്ല ഖളാഉം എനിക്ക് സംജാതമായി കഴിഞ്ഞാൽ ഞാൻ തൃപ്തിയുടെ വാഹനത്തിൽ യാത്ര ചെയ്യും. അല്ലാഹുവിന്റെ ഖളാഇന് എനിക്കുള്ളത് റിളയുടെ വാഹനമാണ്. വൈദാ ദഅതിനി നഫ്സു ഇലാ ശൈഇൻ അലിംതു അന്നമാ ബഖിയ മിനൽ ഉംരി അഖല്ലു മിമ്മാ മളാ. എന്തെങ്കിലും ഒരു താല്പര്യത്തിലേക്ക് എന്റെ നഫ്സ് എന്നെ കൊണ്ടുപോയാൽ ഞാൻ അവിടെ വിളിച്ചു പറയും, ശേഷിക്കുന്ന കാലം കഴിഞ്ഞതിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് എന്നെ കൊണ്ടുപോകരുത്. എന്റെ മനസ്സ് എന്നെ വല്ലതിലേക്കും ക്ഷണിച്ചാൽ ഉടനെ ഞാൻ പറയും, ഇനി എനിക്ക് കൂടുതൽ കാലമില്ല, അതിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, കഴിഞ്ഞതാ അത്ര എനിക്ക് പ്രതീക്ഷിക്കാനില്ല. ഇതൊക്കെ ഉത്തരം കേട്ട അഅറാബി പറഞ്ഞു, സിർബീദിനില്ല, അള്ളാഹുവിന്റെ പ്രത്യേക സമ്മതത്തോടുകൂടെ നിങ്ങൾ യാത്ര തുടരൂ. വാഹനത്തിൽ വന്ന ഞാൻ കാൽനടയാത്രക്കാരനാണ്, നിങ്ങളോ നിങ്ങൾ യഥാർത്ഥ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമാണ്. അവിടെ ശുക്രിന്റെ ഒരു മർക്കബ് കണ്ടില്ലേ, അത് നമുക്കൊക്കെ ഉണ്ടായിത്തീരണം. യാത്രയിൽ ഒരുപാട് വേളകൾ അങ്ങനെ വരും. അബുല്ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജനങ്ങളിൽ 8 വിഭാഗം ആളുകളുടെ കൂടെ ഇരുന്നാൽ 8 കാര്യങ്ങൾ വർദ്ധിക്കും. 8 തരം ആളുകളുടെ കൂടെ ഇരുന്നാൽ 8 കാര്യങ്ങൾ വർദ്ധിക്കും. മൻ ജലസ മഅൽ അഗ്നിയാഇ, സമ്പന്നരുടെ കൂടെ ഇരുന്നാൽ സാദഹുല്ലാഹു ഹുബ്ബുദ്ദുനിയാ വറഗ്ബതു ഫീഹാ, ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള താല്പര്യം അല്ലാഹു അവന് കൂടുതലാക്കി കൊടുക്കും. വമൻ ജലസ മഅൽ ഫുഖറാഇ, സാധുക്കളെ കൂടെ ഇരുന്നാൽ ജഅലല്ലാഹു ലഹു ശുക്ര വർറിളാ ബിഖിസ്മത്തില്ലാഹ്, അല്ലാഹു അവന് നന്ദിബോധം നൽകും. ഫുഖറാഇന്റെ കൂടെ ഇരുന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൂടെ ഇരിക്കാൻ പറഞ്ഞത് ഫുഖറാഇന്റെ കൂടെയാണ്.
എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ നമ്മളത് ഓതലുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യല്ലോ എന്നറിയില്ല. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തദ് ദുനിയാ. തങ്ങൾ പിടിച്ചിരിക്കണം, തങ്ങളെപ്പോഴും കൂടെ ഇരിക്കണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി യുരീദൂന വജ്ഹ. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ച് 24 മണിക്കൂറും അവന്റെ ആരാധനയിലായി കഴിയുന്ന മദീനത്തെ പള്ളിയിലെ മുതഅല്ലിമുകൾ അവരെ കൂടെ ഇരിക്കണം. എപ്പോഴാണ് ആയത്തിറങ്ങുന്നത്? തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി, തങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വലിയ വലിയ നേതാക്കൾ വന്നു. ഖുറൈശി നേതാക്കൾ, തങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ. അപ്പൊ അവരടുത്തേക്ക് വിളിച്ചു, ഇവരിന്ന് സംസാരിക്കാന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഇവരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ നമ്മളെ കിട്ടൂല. എന്താ? നേർക്ക് നേരെ എല്ലാ ഭാഗത്തും വസ്ത്രം പോലും മറക്കാനില്ലാത്ത ഈ സാധുക്കളെ കൂടെ ഇവരങ്ങോട്ട് മാറ്റി നിർത്തിന്ന് പറഞ്ഞു. ഇവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ലാഹുത്താല വന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പണിയില്ല. അവരവിടെ ഇരിക്കെ മറ്റൊരു സംസാരിക്കാൻ വരികയാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടിയില്ല. ആ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അമറനില്ലാഹ് അൻ നസ്ബിറ നഫ്സി മഅകും. അല്ലാഹുവിന് സർവസ്തുതി. എന്നെ അല്ലാഹു തആല നിങ്ങളോട് കൂടെ ഇവിടെ പിടിച്ചിരുത്തിയല്ലോ. അങ്ങനത്തെ ഒരു വിഭാഗത്തെ തന്ന അല്ലാഹു എന്നെ അനുഗ്രഹിച്ചല്ലോ. നിങ്ങളെ കൂടെ ഇരിക്കാനാ അല്ലാഹുവിന്റെ കൽപ്പന. അവര് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ. അവര് വലിയ കുബേരന്മാരും കുചേരന്മാരുമാണ്. പക്ഷെ അതല്ല ഇവിടെ നോട്ടം. ഇവരെ മാറ്റിയിട്ട്, ഈ ഫുഖറായിനെ, ഈ പാവങ്ങളെ മാറ്റിയിട്ട് അവരെ കൂടെ പോയിരിക്കേണ്ട ആവശ്യമില്ല. തങ്ങൾ ഇവിടെ കൂടെ ഇരുന്നാൽ മതി. ഇവിടെ വന്നിട്ട് സംസാരിക്കാനും സ്വീകരിക്കാനും ആശയങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ള ആളുകൾ ചോദിക്കട്ടെ. അപ്പൊ ഫുഖറായിന്റെ കൂടെ ഇരുന്നാൽ ജഅലല്ലാഹു ലഹു ശുക്ർ, നന്ദിബോധം അല്ലാഹു നൽകും. വർരിളാ ബിഖിസ്മത്തില്ലാഹ്, അല്ലാഹു നൽകിയ വിഹിതം കൊണ്ടുള്ള തൃപ്തിയും. അല്ലാഹു എനിക്ക് തന്നു തന്നെ ധാരാളം, ഞാൻ അതിൽ തൃപ്തിയാണ്. ഒരു പരാതിയും അല്ലാഹു തആലയോട് വാക്കിൽ മാത്രമല്ല മനസ്സിലുണ്ടാവാ തൃപ്തി. അല്ലാഹു തആല തന്നത് കൊണ്ടുള്ള തൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അല്ലാഹു തആല നമ്മുടെ മനസ്സിലേക്ക് നോക്കും. നമ്മുടെ അരച്ച മാറിയിട്ടുണ്ടോ? നമുക്ക് മതിയാകാതെ തോന്നുന്നുണ്ടോ? ഇനിയും മതിയായിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ ഇത്രയും കൊടുത്തിട്ടെന്നൊക്കെ നോക്കുമ്പോ ഇവരെ കൂടെ അങ്ങോട്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും അത് വരും. എന്തേ കാരണം? അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മനസ്സ് മാറ്റാൻ, തന്റെ ജീവിതത്തിന്റെ ശൈലി മാറ്റാൻ കാരണമായ കാരണങ്ങളിൽ പറയപ്പെടുന്ന ഒന്ന് ഒരു ഫഖീറിന്റെ ജീവിതമാണ്, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം. കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാര ജീവിതം ഒഴിവാക്കി സുഹുദിന്റെ മേഖലയിലേക്ക് നടന്നിറങ്ങാനുള്ള കാരണം ഒരു ഫഖീറിന്റെ ജീവിതത്തിന്റെ ശൈലിയാണ്. ആ ഫഖീർ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കിടന്നുറങ്ങുന്നതും അതിൽ തൃപ്തിപ്പെട്ടതും അതിനൊരു പരാതിയില്ലാതെ സന്തോഷം പറഞ്ഞതും ഇബ്രാഹിം നബിയെ ചിന്തിപ്പിച്ചു. ഇത്രയും ഉണ്ടായിട്ട് എനിക്ക് മതിയായിട്ടില്ല എന്നല്ലേ തോന്നുന്നത്? ഞാൻ പോരാത്ത ആളാണ്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് വിതരണം ചെയ്ത് വിഹിതം വെച്ച് ഇറങ്ങാൻ നല്ലതെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിലേക്ക് അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചു. അത്രയും വലിയൊരു ബോധത്തിലേക്ക് മഹാനവറുകളെ എത്തിച്ചത് ഈ ഒരു കാഴ്ചയും അതിൽ നിന്ന് ഉൾക്കൊണ്ട വലിയ പാഠവുമാണെങ്കിൽ നമ്മൾ ഫുഖറാഇന്റെ കൂടെ ഇരുത്തം, അത് വലിയൊരു സന്തോഷമാണ്. അവരോടുള്ള ഹുബ്ബ്, ഫുഖറാഇനോടുള്ള ഹുബ്ബ് അത് ഖൽബിൽ സൃഷ്ടിച്ചെടുക്കും. ഓനൊന്നുമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഓനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അങ്ങനല്ല. അവനോട് സംസാരിച്ചാലും കൂടെ ഇരുന്നാലും അള്ളാഹു എന്റെ മനസ്സിൽ നന്ദിബോധം തരും. ഒമൻ ജലസ മഅ സുൽത്താൻ, ഭരണകർത്താക്കളോട് കൂടെ ഇരുന്നാൽ സാദഹുല്ലാഹുൽ ഖസ്വത വൽ കിബ്ർ, അല്ലാഹു തആല കിബറും ഖസ്വത്തും കൂടുതലാക്കി തരും. മനസ്സിനൊരു കട്ടി. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് മോഹവും സ്വേച്ഛതയും
മറ്റു പലതും മനസ്സിൽ കടന്നുപോകും. ഒമൻ ജലസമായ നിസായി, സ്ത്രീകളോടുകൂടെ സദാസമയത്തും പെണ്ണുങ്ങളെ കൂടെ ഇരിക്കാൻ താല്പര്യം. പെണ്ണുങ്ങൾ പോകുന്ന വണ്ടിയിൽ അവരോടൊപ്പം ഒന്ന് പോകാൻ, അവരോട് കൂടെ, സ്വന്തം ഭാര്യമാരല്ല, ഏത് പെണ്ണുങ്ങളെ കൂടെ ഇരിക്കാൻ ഒരു പൂതിയാവും. അങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ സാദഹുല്ലാഹുൽ ജഹ്ല വശഹ്വ, അല്ലാഹു തആല അവന് കൂടുതലാക്കി കൊടുക്കും അൽ ജഹ്ല, അജ്ഞതയെ, വിവേകക്കുറവുണ്ടാകും. അതുപോലെ തന്നെ വശഹ്വത, പരിധി വിട്ട നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരവും ഉണ്ടാവും. പല താല്പര്യങ്ങളും അവനിങ്ങനെ കൂടിക്കൂടി വരും. ആ ഇരുത്തം കൊണ്ടതാ ഉണ്ടാകുക. ഒമൻ ജലസ മഅ സ്വിബിയാനി, കുട്ടികളെ കൂടെ ഇരുന്നാൽ ഇസ്ദാദ മിനൽ ലഹ്വി വൽ മിസാഹ്, കളിയും തമാശക്ക് കൂടും. കുട്ടികളെ കൂടെ ഇരിക്കുമ്പോഴും അതിന് ലിമിറ്റ് പാലിക്കണം എന്നാണല്ലോ. സ്വന്തം മക്കളാണെങ്കിലും ചെറിയ കുട്ടികളോട് കൂടെ നമ്മൾ കളിക്കുമ്പോഴും കളി പരിധി വിടാൻ പാടില്ല. വാങ്കെടുത്തിട്ടും നമ്മളെ കുട്ടികളോടുള്ള കളി വിട്ടിട്ടില്ല, ഇക്കാമത്തെടുത്തിട്ടും വിട്ടില്ല, നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടും വിട്ടില്ല. അപ്പൊ നമ്മൾ അതിലങ്ങോട്ട് ലയിച്ച് നമ്മക്കും കളി കൂടിപ്പോയി. നമുക്ക് നല്ല ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ മുടങ്ങിപ്പോയി. വെള്ളിയാഴ്ചയാണ് ആകെ ഒരു ലീവ് ഇട്ട് കുട്ടികളെ കളിപ്പിച്ച് അൽക്കഫും മുടങ്ങി, സ്വലാത്തും മുടങ്ങി, ഒക്കെ മുടങ്ങി. ആകെ കിട്ടിയത് കളിയാണ്. അതിനും ലിമിറ്റ് ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കളിപ്പിച്ചിട്ടുണ്ട്. സദാസമയത്തും അതാണോ പണി? അല്ല, അതിനൊക്കെ ഓരോ ലിമിറ്റ് ഉണ്ട്. ഒമൻ ജലസ മഅൽ ഫുസാഖി, ദുർനടപ്പുകാരുടെ കൂടെ ഇരുന്നാൽ തീരെ ഇരിക്കാൻ പറ്റാത്തവരാണ് അവര്. ഫാസിഖീങ്ങൾ, നിസ്കരിക്കാത്തവര്, അതുപോലെ തന്നെ മദ്യപാനികൾ, നാവനക്കിയാൽ ചീത്ത പറയുന്നവർ, ഗീബത്തും നമീമത്തും പറയുന്നവർ, അതുപോലെ തന്നെ ബിദഅത്തിന്റെ കക്ഷികൾ, നമീമത്തിന്റെ ആൾക്കാർ, ഫിത്ന ഉണ്ടാക്കുന്നവർ, ഇവരെ കൂടെ ഇരുന്നാൽ ഇസ്ദാദ മിനൽ ജർഅത്തി അല ദുനൂബ്, തെറ്റ് ചെയ്യാനുള്ള ധൈര്യം കൂടി വരും, ദോഷം ചെയ്യാനുള്ള ധൈര്യം കൂടിക്കൂടി വരും. തൗബയെ പിറകോട്ട് വെക്കാനുള്ള ധൈര്യം കൂടി വരും. കുറെ കഴിഞ്ഞിട്ട് തൗബക്കൊന്നും സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. മടങ്ങാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, മനസ്സിനെ തിരിക്കാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. സ്വാലിഹീങ്ങളെ കൂടെ ഇരുന്നാൽ ആരാധനയിൽ താല്പര്യം വർദ്ധിക്കും. സ്വാലിഹീങ്ങളെ കൂടെ ഇരുന്നാൽ അത് ജീവിച്ചിരിക്കുന്നവരുമാകാം, മരിച്ചവരുമാകാം. അതുകൊണ്ടാണല്ലോ ദുനിയാവിന്റെ മോഹം തീരാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞ ഒരൊറ്റ കാര്യം നോക്ക് നിങ്ങൾ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഇമാം ഖുർത്തുബി തങ്ങൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ആയത്ത്. ഖുർആനിലാകെ സിയാറത്തിനെ പറ്റി ഒരൊറ്റ വാക്യം അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ദുനിയാവിന്റെ അലച്ച, പെരുപ്പം, പറയലും നടിക്കലും ചിന്തിക്കലും അത് മാറും ഖബർ സിയാറത്ത് ചെയ്താൽ. എന്താ കാരണം? ആരാണ് ആ ഖബറിൽ? സ്വാലിഹീങ്ങൾ, നല്ല നല്ല മനുഷ്യന്മാർ. അവരടുത്ത് പോകുമ്പോ മനസ്സിനൊരു മാറ്റം വരും, മനസ്സിന് നല്ല മാറ്റം വരും. അതുകൊണ്ടാണ് ഇമാമിങ്ങളൊക്കെ സിയാറത്ത് വർദ്ധിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, അവരൊന്നും സിയാറത്ത് ചെയ്തതുപോലെ നമ്മളാരും സിയാറത്ത് ചെയ്തിട്ടില്ല. ബഗ്ദാദിൽ താമസിച്ച കാലം മുഴുവനും ഒരൊറ്റ ദിവസവും മുടക്കമില്ലാതെ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്ത് ചെയ്തു. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല. ആഴ്ചയിലൊരിക്കലൊന്നും മാസത്തിലൊരിക്കലൊന്നല്ല, എല്ലാ ദിവസവും ചെയ്തു. ആ ഖബറിന്റെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് നേരെ ഖബർ സിയാറത്ത് ചെയ്ത് അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. ആരാധനയിലുള്ള താല്പര്യം കൂടിക്കൂടി വരും. സ്വാലിഹീങ്ങളെ അടുത്ത് പോയിരുന്നാൽ, ജമാഅത്തിൽ സംബന്ധിക്കുന്ന ആൾക്കാർ സ്വാലിഹീങ്ങളാണ്. ഹദ്ദാദ് ചെല്ലുന്ന ആൾക്കാർ ഒരു സ്വാലിഹീങ്ങളാണ്. അവരെ കൂടെ ഇരുന്നാൽ ദിക്ർ ചെല്ലാനുള്ള താല്പര്യം കൂടി കിട്ടും. മൗലിദിന്റെ സദസ്സിലുള്ള ആളുകൾ ഒരു നല്ലവരാണ്. അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോകുന്ന ആളുകൾ നല്ലവരാണ്. ഇങ്ങനെ സ്വാലിഹീങ്ങളെ കൂടെ ഏതെല്ലാം സദസ്സിൽ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മുടെ ഖൽബിന് വലിയൊരു മാറ്റം കിട്ടും, ആരാധനകൾക്ക് വലിയ താല്പര്യം കൂടി കിട്ടും.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നിടത്ത് വരെ തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വീട്ടിൽ വന്ന് സമ്മതം ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു, ഇദനൂലഹു, അയാൾക്ക് സമ്മതം കൊടുത്തേക്ക് കയറാൻ വേണ്ടി. കൂടെ തങ്ങൾ പറഞ്ഞു, ബിഇസ അഖുൽ അശീറ, ആള് മോശക്കാരനാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ മോശക്കാരനാണ്, ഇങ്ങനെ സമ്മതം കൊടുക്കേണ്ട ആവശ്യമില്ല, പോകാൻ പറഞ്ഞാ പോലെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, വീട്ടിലേക്ക് ഒരാൾ സമ്മതം ചോദിക്കുമ്പോ എങ്ങനെ സമ്മതം കൊടുക്കാതിരിക്കുക? അതൊരു മോശമല്ലേ? ഒരാൾ വന്ന് സമ്മതം ചോദിക്കുമ്പോൾ നല്ല ആളാകട്ടെ അല്ലാത്ത ആളാകട്ടെ ഒരേ കയറാൻ ഞാൻ ചൂട്ടിൽ നിന്ന് ആട്ടി വിട്ടു എന്നറിയില്ലേ. പക്ഷെ നിങ്ങളോട് ഞാനത് പറഞ്ഞത്, ഇവിടെ വരുന്ന ഗസ്റ്റുകളെ എല്ലാവരെയും ബഹുമാനിക്കും പോലെ മുപ്പരെ ബഹുമാനിക്കണ്ട. കാരണം ആളത്ര കൊള്ളാവുന്ന ആളല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് ഉണർത്തിയതാണ് ബിഇസാഖുൽ അശീറ. ആ വീട്ടിലേക്ക് വരുന്ന ആളുകളെ നന്നായി സൽക്കരിക്കുന്ന മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അത് ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് വേണം എല്ലാവരെയും സൽക്കരിക്കുന്ന ഒരുപോലെ ആകൂല, എല്ലാവരോടുള്ള സമ്പർക്കം ഒരുപോലെ ആകൂല. ഈ സമ്പർക്കം കൂടിയാൽ ആള് മോശമായതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചടിച്ചാലും അതുകൊണ്ട് വേണ്ട. കയറാൻ ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് കയറിക്കോട്ടെ. സ്വാലിഹീങ്ങളെ കൂടെ ഇരിക്കണം, ഫാസിഖീങ്ങളെ കൂടെ ഇരിക്കരുത്. ഒമൻ ജലസ മഅൽ ഉലമാഇ ഇസ്ദാദൽ ഇൽമു വൽ വറഅ. ഉലമാഇന്റെ കൂടെ ഇരുന്നാൽ അറിവും സൂക്ഷ്മതയും വർദ്ധിക്കും. പഴയകാലത്തെ ആളുകളൊക്കെ അങ്ങനെയല്ല, പഴയകാലത്തെ ആളുകളൊക്കെ അങ്ങനെയാണ്. ദർസ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ദർസിന് വന്ന് അവിടെ കൂടെ ഇരിക്കും, ദർസിങ്ങനെ കേൾക്കും. ഒരു ഫത്ഹുൽ മുഈനോ റിയാദുസ് സ്വാലിഹീനോ ഒരു സബക്ക് അങ്ങനെ കേൾക്കും. അതൊരു അരമണിക്കൂറോ 3/4 മണിക്കൂർ. എന്നാൽ അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും 1-2 ഇൽമോ മസല കിട്ടിയിട്ട് അവർ പോകും. ഓരോ ദിവസവും അങ്ങനെ അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ എത്ര ഇൽമ ഏറി കിട്ടും? ഒരുപാട് ഇൽമ അങ്ങനെ കൂടി കൂടി കിട്ടും. അങ്ങനെ ഇൽമ പഠിച്ച ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൂടെ കാന്തപുരത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ, ചെറിയ ഉസ്താദ് അടക്കം ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവിടെ ഉണ്ടായിരുന്നൊരു വീരാമൂലി, ഞങ്ങൾ വീരാമൂലി ഇരുന്ന വിളിക്കാം, നാട്ടുകാർ വീരാങ്കാന്ന് വിളിക്കാം. എന്നും മൂപ്പര് വരും. രാവിലെ ഉസ്താദ് സബക്ക് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബുഖാരിക്കത്തോ അല്ലെങ്കിൽ ബുഖാരി കഴിഞ്ഞിട്ടെത്തും. ഒരു ഭാഗത്തിരിക്കും. ഇരുന്ന് അവിടെ ഒരു അസർ ഉണ്ടായിരുന്നു, ഒരു അടയാളം. നക്തുബ് മാക്കദ്ദമും ആസാറും എന്ന് പറഞ്ഞ മാതിരി അവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇരുന്നെടുത്ത് ഒരു വിയർപ്പ് തട്ടിയ അടയാളം. അങ്ങനെ ഇരുന്ന് ഫിഖ്ഹിൽ പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള ബാബാണ് ഫറായിദിന്റെ ബാബ്. നല്ല തലവാണ് ആ ഫറായിദിന്റെ ബാബ്. അങ്ങനെ വന്നിരുന്നിട്ട് മിന്നവ്വലി ഇലാ ആഖിരി ഒരു ശക്കുല്ലാതെ ആ മനുഷ്യൻ പഠിച്ചു. നമ്മളത് അനുഭവിച്ചറിഞ്ഞു. ഉസ്താദിന്റെ അടുത്തുനിന്ന് മഹല്ലി ഫറായിൽ ഇങ്ങനെ ഓതി ഞങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ തീരാതാകുമ്പോ ഈ വീരാമൂലയിലേക്ക് ഒരു കണ്ണ് കാണൂല കുറച്ചു കാലമായിട്ട്. അത് കണ്ടാണ്ടിരുന്നു. പിന്നെ കുറച്ചു കാലം കണ്ണ് കാഴ്ചയില്ലാതായി, മരണപ്പെട്ടു. അല്ലാഹു തആല ദർജ കൊടുക്കട്ടെ. നല്ല മനുഷ്യൻ. മൂപ്പരെയും കൈ പിടിച്ച് ഞങ്ങൾ കോണി കയറ്റിക്കൊണ്ടു. എന്തിന്? ഈ കണക്കൊന്ന് തിരിയാൻ വേണ്ടിട്ട്. ഏത് കണക്ക് തല കുത്തനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും മൂപ്പര് പറയും. എവിടുന്നത് കിട്ടിയത്? അവിടെ വന്നിരുന്ന് പഠിച്ചതാണ്. ആ ഇരുത്തത്തിൽ അങ്ങ് പഠിച്ചതാണ്. അപ്പൊ മൂപ്പർക്ക് എന്തെങ്കിലും സംശയം വരുമ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അതിന് മറുപടിയും കിട്ടും. ആ മറുപടി നല്ലവണ്ണം അങ്ങനെ കനത്ത് സൂക്ഷിച്ചു വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ അന്ന് ഇങ്ങനെ സംശയം വന്നപ്പോ ചോദിച്ചപ്പോ ഇങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ വന്ന് കൂടെ ഇരുന്ന് മുത്തഅല്ലിമീങ്ങളെ സുഹബത്തിലായിരുന്ന് അൽബഖറ മുഴുവനും കാണാതെ പഠിച്ചു. അതൊരു ചെറിയ കാര്യം. നമ്മളെത്ര കാലം അൽബഖറ വന്നു നോക്കിച്ചു. ആ വന്നിരിക്കുന്ന ഇരുത്തം കൊണ്ട് ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കും. പിന്നെ പിറ്റേന്ന് ഞാൻ ഇന്നലെ പഠിച്ച ആയത്തൊന്ന് നോക്കി കുട്ടികളെ എന്ന് പറയും. ഏതെങ്കിലും കുട്ടികളോട് മുസാഫ് എടുക്കാൻ പറയും, ഓതി കൊടുക്കും. പിന്നെ ഒരു ആയത്തും കൂടി ഇങ്ങോട്ട് ഓദിപ്പിക്കും. പിന്നെ അതും പഠിക്കും. കാണാതെ ഇനി പഠിക്കുന്നത്, കണ്ണ് നോക്കിയിട്ടല്ല കാണാതെ പഠിക്കുന്നത്. കാണാതെ പഠിക്കാന്നാല് നോക്കിയിട്ട് കാണാതെ പഠിക്കാന്നല്ല, കണ്ണ് കാണാതെ പഠിക്കാണ്. കണ്ണിന്റെ കാഴ്ച പോയിട്ടാണ് ഈ സൂറത്തുൽ ബഖറ പഠിക്കുന്നത്. നമ്മളെ അനുഭവമാണ്. ഉലമാഇന്റെ കൂടെ ഇരുന്നാൽ ഇൽമു വർദ്ധിക്കും, സൂക്ഷ്മത വർദ്ധിക്കും. മൂപ്പര ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉസ്താദാ പരിഹരിക്കുന്നത്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരച്ചപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ പുരയിലൊക്കെ, സ്വാഭാവികല്ലേ. എല്ലാവരും ഇപ്പം അങ്ങനെ ഒന്നല്ലല്ലോ. അപ്പൊ ഉസ്താദിന്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായി ഉസ്താദ് പരിഹരിച്ചു. അതൊരു നല്ല മാർഗമാണ്, ആ സുഹബത്തുകൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട്. ഉലമാഇൽ നിന്ന് ഇൽമു പഠിച്ച് വലിയ അമല് ചെയ്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. പക്ഷെ അവർ ഗ്രേഡ് കൂടുതലുള്ളവരാണ്. പലരും അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
ഇങ്ങനെ വന്നിരുന്ന് കേട്ടിരുന്ന് പഠിച്ചവർ, പഴയകാലത്തെ വാളിന്റെ മജ്‌ലിസിലൊക്കെ ഇരുന്ന് ഒരുപാട് ഇൽമു പഠിച്ചവർ, ആലിമീങ്ങളിൽ നിന്ന്. ഉലമാന്റെ കൂടെ ഇരുന്നാൽ ഇൽമു അധികരിക്കും. കൂടെ നിന്ന് നടന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മസല പറയായിരിക്കും, ഇതുവരെ കിട്ടാത്തൊരു മസലയായിരിക്കും, അത് കിട്ടും. അങ്ങനെയാണല്ലോ. സ്വഹാബത്തിനൊക്കെ കണ്ടാല് താബീങ്ങളുടെ ഒരു ആവശ്യം അങ്ങനെയൊന്നും. ഒരു സ്വഹാബിയെ കണ്ട അപ്പ പറയും ഒരു ഹദീസ് പറഞ്ഞു, ഒരു ഹദീസ്. ഒരു സ്വഹാബിയെ കണ്ട അപ്പ പറയും ഒരു ഹദീസ്, ഒറ്റ ഹദീസ് പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് മുന്നിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ മഹാനവറുകളെ കണ്ടാ പറയും ഒരു ഹദീസ് പറഞ്ഞു തരും, വന്നിരിക്കും. ഒരു ഹദീസ് കേൾക്കുമ്പോൾ അവര് പോകും. ആ ഒരു നേരത്തെ സമ്പർക്കം കൊണ്ട് ഒരുപാട് ഇൽമ അവർക്ക്. ഒരു ആലിമിനെ കാണാൻ പോയി, ആ ആലിമിൽ നിന്ന് ഒരു ഹദീസ് കിട്ടിയപ്പോ ആ ഹദീസിന്റെ വലുപ്പം ചെറുതൊന്നല്ല, വളരെ വലുതായിട്ടാ മനസ്സിലാക്കി. കാരണം അവിടെ പോയപ്പോ ഈ ആലിമ് ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുക, വലിയൊരു പണ്ഡിതനാ, ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുക. സലാം പറഞ്ഞു, സലാം മടക്കാം. വന്ന ആളെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ വന്ന ആള് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ പണ്ഡിതൻ എന്താ പണി, നായക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ വന്ന ആള് ചിന്തിച്ചു, എന്താ പരിപാടി, നായക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. നായ ഭക്ഷണം കഴിച്ച് നായ ഒരു ഭാഗത്തേക്ക് പോയപ്പോ വന്ന ആളോട് ചോദിച്ചു, ഞാൻ നായക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ നിങ്ങളെ മനസ്സിൽ എന്നോടൊരു വിഷമം തോന്നിയല്ലേ? വിഷമം തോന്നേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലക്ഷ്യം വെച്ച് നമ്മളെ ഒരാളെ ലക്ഷ്യം വെച്ച് ഏതെങ്കിലും ഒരാള് ഒരു സൃഷ്ടി വന്നാൽ അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കും. എന്നിട്ട് ആ പണ്ഡിതൻ പറയാണ്, ഈ നായ പരിസരത്തൊന്നും കാണാത്ത നായയാണ്, ഇത് എന്നെ ലക്ഷ്യമാക്കി വന്നപ്പോ ഞാൻ അതിന് ഭക്ഷണം കൊടുത്തു. ഒരു ഹദീസാ പറഞ്ഞു കൊടുത്തു, പക്ഷെ ആ ഹദീസ് തന്നെ മതി ജീവിതത്തിൽ എമ്പാടും വിഷയങ്ങൾ പഠിക്കാൻ ഉപകരിക്കാൻ. ഒരാളെ ഉദ്ദേശിച്ച് ഒരാൾ വരുമ്പോ അയാൾ ആവശ്യം നിറവേറ്റി കൊടുത്താൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. തങ്ങൾ ആ ഹദീസ് മനസ്സിലാക്കിയിട്ടാണ് ഈ ആലിം അമൽ ചെയ്യുന്നത്. അപ്പൊ ആ പ്രവൃത്തിയുടെ കൂടെ ഈ ഹദീസും കൂടി അങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ജീവിതത്തിൽ മുഴുവനും സമ്പാദ്യമായിട്ടാണ് ആ ഹദീസിനെ ആ മഹാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ലൈസ് വലിയ ഫഖീഹായ മഹാനവറുകൾ പറഞ്ഞത്, 8 വിധം ആളുകൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ കാണുന്നവരാണ്. അവരെ കൂടെ ഇരിക്കുമ്പോൾ 8 സ്വഭാവങ്ങളുണ്ട്. അതിൽ ശുക്ർ വർദ്ധിക്കാൻ നല്ലത് ഫുഖറാഇന്റെ കൂടെ ഇരിക്കുന്നതാണ്. അല്ലാഹു തആല ശുക്ർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വലിയ വിഭാഗമാണ് അംബിയാ. അംബിയാക്കളോടൊക്കെ അല്ലാഹു തആല അഭ്യർത്ഥിച്ചൊരു വിഷയമാണ് ശുക്ർ. ഇഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമേ, നിങ്ങൾ നന്ദി ചെയ്യുക. വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകളിൽ നിന്ന് കൂടുതൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ തന്നെ കുറവാണ്. മിൻ ഇബാദി എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടി കുറഞ്ഞു. എന്റെ അടിമകളിൽ നിന്ന് കൂടുതൽ നന്ദി ബോധമുള്ള ആളുകൾ ഖലീലുൻ, വളരെ കുറച്ച്. അള്ളാഹുവിന്റെ നിയമത്തുകൾക്കൊക്കെ നന്ദി ചെയ്യുന്നത്. അള്ളാഹു തന്ന കേൾവി, അതിനൊരു നന്ദിയുണ്ട്. എന്താണ് ആ നന്ദി? ഹിഫ്ളുഹു അൻ ഇസ്തിമാഇൽ മൻഹിയാത്ത്. വിലക്കപ്പെട്ടത് കേൾക്കുന്നതിൽ നിന്ന് കേൾവിയെ സൂക്ഷിക്കുക. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുക, അതാണ് കേൾവിയുടെ നന്ദി. വല്ലാ യസ്മഅ ഇല്ലാ ബില്ലാഹി വഅനില്ലാഹ്. അല്ലാഹുവിലേക്ക് ചിന്തിപ്പിക്കുന്നതും അല്ലാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ പഠനങ്ങളും അറിവുകളും മാത്രം കേൾക്കുക. ബസറിന്, കാഴ്ചക്ക് ഒരു നന്ദിയുണ്ട്. ഹിഫ്ളുഹു അനിന്നദിരിൽ മുഹറമാത്. നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കുക. അല്ലാഹുവിൽ ചിന്തിക്കാൻ പറ്റുന്ന, അല്ലാഹുവിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നോക്കുക. ഖൽബിനും വലിയൊരു ശുക്റുണ്ട്. ഖൽബിന്റെ ശുക്ർ ദുസ്വഭാവങ്ങളിൽ നിന്ന് ഖൽബിനെ ശുദ്ധീകരിക്കുക, സ്ഫുടം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇരു പ്രപഞ്ചങ്ങൾ, ദുനിയാവ് ആഖിറം, 2 പ്രപഞ്ചങ്ങളിലേക്കുള്ള ബന്ധങ്ങൾ മുറിച്ച് ഖൽബിന്റെ ബന്ധം അല്ലാഹുവിലേക്ക് നീക്കുക. അല്ലാഹുവിലേക്ക് ഖൽബിന്റെ ഹുബ്ബും ഖൽബിന്റെ സാക്ഷിത്വവും ഖൽബിന്റെ ടച്ചും അല്ലാഹുവിലേക്കാക്കുക. അങ്ങനെയായാൽ ഖൽബിന് വലിയ ശുക്ർ കിട്ടും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുക്ർ ചെയ്യാൻ, അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അല്ലാ യസ്തഅമിലഹാ ഫീ മആസിഹി. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ അല്ലാഹു വിലക്കിയ വിഷയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കലാണ്. ബൽ ഫീ ത്വആതിഹി. അല്ലാഹു
അള്ളാഹുവിന്റെ ആരാധനകളിൽ ഉപയോഗിക്കുക. സമ്പത്ത് അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ്. വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിലൊന്നിലും ഉപയോഗിക്കാതിരിക്കുക. ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു തആല പൊരുത്തപ്പെടുന്നതിൽ ആ ആരോഗ്യവും ചെലവഴിക്കുക. സമയം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കുക. ശുക്ർ ചെയ്യാൻ വേണ്ടി അള്ളാഹു ദാവൂദിനോട്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തോട് അള്ളാഹു ഉപദേശിച്ചപ്പോ മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, ഫുൾ ടൈം അവരെ കുടുംബത്തിൽ എല്ലാ ടൈമിലും ഓരോ വിഭാഗം ആളുകൾ പ്രാർത്ഥനയിലും നിസ്കാരത്തിലുമാണ്. ഷിഫ്റ്റ് ആക്കിയത്. ഒരു ടൈം, ഇന്ന ടൈം 1 മണിക്കൂർ നിങ്ങൾ നിസ്കരിക്കും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം അങ്ങനെ ഷിഫ്റ്റ് ആക്കി. ഇഅ്മലു ആല ദാവൂദ ശുക്രാ എന്ന് അല്ലാഹു തആല ദാവൂദ് നബിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത തീരുമാനമാണ് 24 മണിക്കൂർ അങ്ങോട്ട് ഓഹരി വെച്ച്, ഇന്ന കുടുംബം ഈ 1 മണിക്കൂർ നിങ്ങൾ, അടുത്തൊരു മണിക്കൂർ നിങ്ങളും നിങ്ങളുടെ മക്കളും, അടുത്തൊരു മണിക്കൂർ നിങ്ങളുടെ മക്കളും. അങ്ങനെ എല്ലാ കുടുംബക്കാരെയും കൂട്ടി നോക്കുമ്പോ ആ കുടുംബം മൊത്തം 24 മണിക്കൂറും ശുക്രിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ദാവൂദ് നബിന്റെ കുടുംബം ചെയ്ത ശുക്ർ നിങ്ങൾക്കും കിട്ടണോ? 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ആ നന്ദി കിട്ടും. ഫുൾ ടൈം നന്ദി ബോധത്തോടെ ജീവിച്ചവരാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബം. അതേ ശുക്ർ നിങ്ങൾക്കും കിട്ടണോ? 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സലാസുൻ മൻ ഊതിഹിന്ന ഫഖദ് ഊതിയ മാ ഊതിയ ആല ദാവൂദ്. 3 കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിന് നൽകപ്പെട്ടത് അവന് നൽകപ്പെട്ടു. എന്താണ് അള്ളാഹുവിന്റെ റസൂലേ ആ 3 കാര്യങ്ങൾ? തങ്ങൾ പറഞ്ഞു, അൽ അദ്ലു ഫിൽ ഗളബി വദ്ദിലാ. 1, ദേഷ്യത്തിലും തൃപ്തിയിലും നീതി പുലർത്തുക. ദേഷ്യത്തോടെ സംസാരിക്കുമ്പോഴും നീതിപരമായി വർത്തിക്കുക. തൃപ്തിയുടെ സമയത്തും നീതി പുലർത്തുക. 2 ഘട്ടത്തിൽ. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്, ചെറിയ കഴിവൊന്നുമില്ല. തൃപ്തി ഉണ്ടാകുമ്പോൾ തൃപ്തിയുടെ ഘട്ടത്തിൽ അവിടെ അനീതി ചെയ്യരുത്, നീതി ചെയ്യണം. ദേഷ്യം വന്ന ഘട്ടത്തിലും നീതി ചെയ്യണം, അനീതി ചെയ്യരുത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടി കിട്ടിയ സമയത്ത് ഒരൊറ്റ അടി കൊടുത്തപ്പോൾ ആ ശത്രു അങ്ങ് വീണുപോയി. ശത്രു വീണപ്പോ അലി റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വകവരുത്താൻ വേണ്ടി ഉപകരണം എടുത്തപ്പോ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഒറ്റ തുപ്പ്. തുപ്പാണ് തുപ്പിയപ്പോ അലി റളിയല്ലാഹു അൻഹു ആ ഉപകരണം അങ്ങനെ തന്നെ ഓറയിലിട്ടു. ഒന്നും ചെയ്തില്ല. അതെന്തേ? ഞാൻ ഈ ഉപകരണം കൊണ്ട് അദ്ദേഹത്തെ കഥ കഴിച്ചാൽ അതാ തുപ്പീറ്റ് എന്നെ വെറുപ്പിച്ചത് കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു പോകും. അതുകൊണ്ടത് വേണ്ട. ഇവിടെയും ഞാൻ പെരുമാറേണ്ടത് നല്ല നീതിബോധത്തോടു കൂടെ. സ്വന്തം കാര്യത്തിലാണെങ്കിലും വേറൊരാളെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴും നീതി പാലിക്കുക. സ്വന്തം കാര്യത്തിലാകുമ്പോ വേറൊരു രൂപത്തിലും വേറൊരാളെ കാര്യത്തിലാകുമ്പോ വേറൊരു രൂപത്തിലും. അതാ നീതിയാണ്. 2ഉം ഒരേ രൂപത്തിൽ പെരുമാറാനുള്ള കഴിവ്. ദേഷ്യം കൊണ്ട് പിടിക്കുമ്പോ എന്തേ പറയേണ്ടതെന്നുള്ളത് ഒരു ബോധമില്ലാത്ത രൂപത്തിൽ അങ്ങനെ ആകരുത്. അപ്പോഴും പറയേണ്ടത് മാത്രം പറയാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക ഒരു വലിയ നന്ദിയുടെ ഭാഗമാണ്. വിശദമായി പറയണം, ഞാൻ ചുരുക്കാം. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ. ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും മിതത്വം പാലിക്കുക വല്ലാത്തൊരു കഴിവാണ്. 2 സമയത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഉണ്ടായപ്പോഴും ദൂർത്തടിച്ചു എന്ന് പറയാത്ത രൂപത്തിൽ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കുറ്റം കിട്ടുന്ന ഒരു വിഷയത്തിൽ ആകരുത് ചെലവ്. പിന്നെ മിതത്തിലാണ്, പാകത്തിലാണ്. എന്നാ സത്യത്തിൽ ആകെ ഫഖറായിപ്പോയി. അപ്പോഴും മിതത്വത്തോടെ ചെലവ്. 2 ഭാഗത്തും മിതത്തോടെ ചെലവഴിക്കാൻ കഴിയും. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 രീതിയും സ്വഹാബത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2 സ്വഭാവം എങ്ങനെയാണത് ചെലവഴിക്കേണ്ടത് എന്ന് ഓരോ ഘട്ടത്തിലും. വളരെ ഫക്കീറായി ജീവിക്കുന്ന ആള് എങ്ങനെ സമ്പത്ത് ചെലവഴിക്കണം, എന്താണ് അതിന്റെ മിതത്വം, എങ്ങനെയാള് സൂക്ഷിച്ച് ജീവിക്കണം, സമ്പന്നനായ വ്യക്തി എങ്ങനെ മിതത്വം പാലിക്കണം, അതും പഠിപ്പിച്ചിട്ടുണ്ട്.
അത് ഓവറായ ഘട്ടത്തിലൊക്കെ തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. ഒന്നല്ല, പല വിഷയങ്ങൾ. എന്തിനാണ് അങ്ങനെ വിലക്കിയത്? രണ്ട് ഘട്ടത്തിലും ജീവിക്കുമ്പോൾ മിതത്വം പാലിച്ച് ജീവിക്കാനുള്ള കഴിവ് നേടിയെടുക്കാനാണ്. ഈ ഐശ്വര്യം തന്ന റബ്ബിന് തന്നെ ഫഖർ തരാനും കഴിവുണ്ട് എന്ന് ബോധ്യമാണ്. ഫഖർ തന്ന റബ്ബിന് തന്നെ ഐശ്വര്യം തന്ന് പരീക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് ബോധ്യമാണ്. എങ്ങനെ അല്ലാഹു തആല തന്നാലും റൂട്ട് ഒന്നേ ഉണ്ടാകുള്ളൂ എങ്കിൽ പിന്നെ പേടിക്കാനില്ല. അതാണ് മിതത്വത്തിന്റെ ശൈലി കൊണ്ട് കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം വദിക്റുല്ലാഹി ഫിസ്സിറി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിന്റെ ഓർമ്മ. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന വലിയൊരു നിയന്ത്രണമാണത്. അവന്റെ സ്വകാര്യതയിലും ഉണ്ട് ദിക്റുല്ലാഹി, അള്ളാഹുവിന്റെ ഓർമ്മ. പരസ്യ ജീവിതത്തിലുണ്ട്. എന്നാ പിന്നെ അപജയത്തിലേക്ക് പോകാതെ അവന്റെ ശരീരം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും കഴിയും. നന്ദിയുള്ള വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനത്തെ വിഭാഗം ആളുകൾ വളരെ കുറവാണെന്നല്ലേ പറഞ്ഞത്. ഖലീലും മിൻ ഇബാദിയ ശകൂർ. റളിയല്ലാഹു ഒരിക്കൽ ഒരാളിങ്ങനെ പോകുമ്പോൾ അയാൾ ദ്വാരക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, പടച്ചോനെ ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ നീ പെടുത്തണം. റളിയല്ലാഹു ചോദിച്ചു, ഇതെന്ത് ദ്വാന്ന് ചോദിച്ചു. കുറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹു തആല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നിന്ന്, എന്നെ വിശ്വസിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് കൂടുതൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കാണ് ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെയും പെടുത്തണം. റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തൊരു വലിയ ഇൽമാണ്. ജനങ്ങൾക്കൊക്കെ അല്ലാഹു തആല നൽകിയ വലിയ ഇൽമ് ചെറിയ ഇൽമൊന്നുമല്ല. അതിന് രണ്ട് സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങൾ തുടക്കത്തിൽ ഉദ്ധരിച്ച ഹദീസാണ്. രണ്ട് സ്വഭാവങ്ങൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. മൻ നളറ ഫിദ്ദീനി ഇലാ മൻ ഹുവ ഫൗഖഹു, ഷാക്കിറാകാൻ, നന്ദിബോധമുള്ളവനാകാൻ ദീനിൽ മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ. ദീനിൽ നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, എല്ലാ വിഷയത്തിലും നോക്കേണ്ടത് മേലോട്ടാണ് നോക്കേണ്ടത്. മൻ ഹുവ ഫൗഖഹു, അയാളത്ര ഓതുന്ന ആളാണ്, അയാളത്ര നിസ്കരിക്കുന്ന ആളാണ്, അയാളത്ര കൊടുക്കുന്ന ആളാണ്, അയാളത്ര ധർമ്മം ചെയ്യുന്ന ആളാണ്, എത്ര ആളെ സൽക്കരിക്കുന്ന ആളാണ്, ഒക്കെ മേലോട്ട്. ദുനിയാവിൽ നോക്കേണ്ടത് താഴേക്കടയിലുള്ളവരിലേക്കാണ്. അങ്ങനെയാകുമ്പോ കതബഹുല്ലാഹു സ്വാബിറൻ വശാകിറ, അല്ലാഹു അവനെ കണക്കാക്കും, അവനെ അല്ലാഹു തആല എഴുതി കണക്കാക്കും, സ്വബറുള്ള ആളായിട്ടും ശുക്റുള്ള ആളായിട്ടും. ദീനിൽ മേലോട്ട് നോക്കണം, ദുനിയാവിൽ താഴോട്ട് നോക്കണം. താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കുമ്പോ അള്ളാഹു തന്ന നിഅമത്തുകൾ ഒന്നും ചെറുതാക്കാൻ തോന്നൂല. അള്ളാഹു തന്ന നിഅമത്തുകൾക്കൊക്കെ വലിയ വലുപ്പം തോന്നും. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവരാണെങ്കിലും ഇപ്പോഴും താഴേക്കിടയിൽ ജീവിക്കുന്നവരിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വലുതായി തോന്നും. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും അവന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണ്. എവിടെ? ദീനിന്റെ വിഷയത്തിലേക്ക് നോക്കണം, ദീനിന്റെ വിഷയത്തിൽ മേലോട്ട് നോക്കണം. ഞാൻ എവിടെയും എത്തിയിട്ടില്ല. മഹത്തുക്കളൊക്കെ ഈ സൗകര്യങ്ങൾ കിട്ടിയവരും എത്രമാത്രം അമല് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം നന്ദി ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഉത്കൃഷ്ടരായി ജീവിച്ചിട്ടുണ്ട്. നല്ല സമ്പത്തുള്ള ആളായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സ്വതക്ക ചെയ്യുന്നതിൽ കയ്യും കണക്കുമില്ലാതെ കൊടുത്ത മഹാനാണ്. ആ സ്വതക്ക ആവശ്യക്കാരെ കണ്ട് എത്രയെന്ന് കണക്കില്ലാതെ കൊടുക്കും. കയ്യിൽ നിന്ന് താഴെ വീണുപോയ വടി എടുത്തു കൊടുത്തതിന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊടുത്തത് 12 ദിർഹമാണ്. 12 ദിർഹം ഇന്നത്തെ അല്ല, അന്നത്തെ. എന്താണ്? ഒരു വടി എടുത്തു കൊടുത്തത്. പഴയ കാലത്ത് അറബികളൊക്കെ വന്നാൽ ചെരുപ്പൊക്കെ മുന്നോട്ടിട്ട് കൊടുക്കാൻ ആൾക്കാർ ഓടിയിരുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് ആ ഒരു ശുക്രിന്റെ ബോധമുണ്ട്. ചെരുപ്പിട്ട് കൊടുത്ത് അയാൾക്കൊരു ഹംസറിയാൻ, അപ്പുറത്ത് വെള്ളം കൊണ്ടുവന്ന അയാൾക്കൊരു ഹംസറിയാൻ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ മാതൃകയാണ്. അങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, മുടി ഒന്ന് കളഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു മുടി ഒന്ന് കളഞ്ഞു തരട്ടെ. അവിടെ പോയി ഇരുന്നൊന്നുമല്ല, അങ്ങനെ ചോദിച്ചല്ലോ ഒരാൾ വന്നിട്ട് മുടി ഒന്ന് കളഞ്ഞു തരട്ടെ. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ഭാഗത്തേക്ക് ഇരുന്നു.
ആ മുടി കളഞ്ഞ ആൾക്ക് 70 ദിർഹം. നമ്മളിങ്ങനെ ബോർഡിലേക്ക് നോക്കും, അടച്ചവനെ മുടി കളയാൻ 120 രൂപ. ഒരു നിലക്കും നടക്കൂല കേട്ടോ പരിപാടി. ഞാനേതെങ്കിലും മെഷീൻ വാങ്ങട്ടെ, മുടി ഒന്ന് വെട്ടിത്തരട്ടെ എന്ന് ചോദിച്ച ആള് ഒരു സുന്നത്തിന് സഹായിച്ചപ്പോ അയാൾക്ക് കൊടുത്ത സ്വതക്കയുടെ വലുപ്പം എത്ര വലുതാണ്. ഇഷ്ടംപോലെ സമ്പാദ്യം. ആദ്യഘട്ടത്തിൽ വളരെ പ്രാരാബ്ധത്തിലാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചു വളർന്നത്. പിന്നീട് അല്ലാഹു തആല അങ്ങോട്ട് ഐശ്വര്യം കൊടുത്തപ്പോഴും അത് മറന്നിട്ടില്ല. മുകളിലുള്ള മഹാന്മാരിലേക്ക് ചിന്തിച്ചു, അവരൊക്കെ എത്ര കൊടുത്തിട്ടുണ്ട്, അവരെ നോട്ടൊക്കെ അങ്ങനെ, അവരൊക്കെ എത്ര കൊടുത്തിട്ടുണ്ട്, അവർ കൊടുത്തെടുത്തൊക്കെ നമ്മളൊരു നിലക്കും എത്തൂലല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ കൊടുക്കാൻ തോന്നും. സ്വഹാബത്തിൽ തന്നെ 2 തട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഹിജ്റക്ക് മുമ്പ് കൊടുത്തവരും ഹിജ്റക്ക് മുമ്പ് സ്വതക്ക ചെയ്തവരും, മക്കാ വിജയത്തിന്റെ മുമ്പ് കൊടുത്തവരും ശേഷം കൊടുത്തവരും രണ്ടും ഒരുപോലെയല്ല. ഡിഗ്രി കൂടുതലുള്ളവരും മക്കാ വിജയത്തിന്റെ മുമ്പ് ഇസ്ലാമിന് വേണ്ടി സമ്പാദ്യം ഒഴുക്കിയ ആളുകളാണ്. അപ്പൊ ശേഷമുള്ള ആൾക്കാർ ചിന്തിക്കും, നമ്മൾ കൊടുത്ത് പോരാ, കാരണം അവരെത്ര കൊടുത്തു, അവർ കൊടുത്തിടത്തേക്ക് ഒരു നിലക്കും എത്തൂല, എന്നാലും എത്തട്ടെ എന്ന് വിചാരിച്ചു പിന്നെയും കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സേവനം കണ്ട് ഞാൻ ഒട്ടും കുറയരുത് എന്ന് ചിന്തിച്ച് കർമ്മനിരതരായ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ 2 സേവനങ്ങളും കണ്ട് ഞാൻ ഇനിയും കുറച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിച്ച് ജീവിച്ച മഹാനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഓരോരുത്തരും അങ്ങനെ ദീനിൽ ഇലാ മൻ ഹുവ ഫൗഖഹു, മേലുള്ളവരിലേക്ക് നോക്കണം, ദുനിയാവിൽ താഴെയുള്ളവരിലേക്ക് നോക്കണം. അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ പൂർണ്ണമായും സ്വാബിരിങ്ങളിൽ അള്ളാഹു കണക്കാക്കും. നേരെ തിരിച്ചാണെങ്കിലോ ഒമൻ നളറ ഫിദ്ദീനി ഇലാ മൻ ഹുവ തഹ്തഹു, ദീനിന്റെ വിഷയത്തിൽ താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കി. ഞാൻ അയാളെക്കാൾ ഉഷാറാണ്, കുറച്ച് കിബർ കൂടി വരാ, ഞാൻ അയാളെക്കാൾ ഉഷാറാണ്. അയാൾ നിസ്കരിക്കുന്നില്ലല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. അയാൾ ഓതുന്നില്ലല്ലോ, ഞാൻ ഓതുന്നുണ്ടല്ലോ. അയാൾ അങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. താഴെക്കിടയിലേക്ക് നോക്കി ദീനിന്റെ വിഷയത്തിൽ. ദുന്യാവിന് മുകളിലുള്ളവരിലേക്ക് നോക്കി. എന്നാലും യക്തുബുഹുല്ലാഹു സ്വാബിറൻ വലാ ശാക്കിറൻ, സുബ്റുള്ള ആളായിട്ട് അയാൾ അല്ലാഹു എഴുതി കണക്കാക്കൂല, ശുക്റുള്ള ആളായിട്ടും കണക്കാക്കൂല. ശുക്റുള്ളവരുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ 2 ശൈലിയും സ്വീകരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞ അവാചകം സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ മുഫസ്സിറുകൾ വിശദീകരിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇന്നഹു കാന അബ്ദൻ ശകൂറാ, നൂഹ് നബി അലൈഹിസ്സലാം കൂടുതൽ നന്ദി ചെയ്യുന്ന, എല്ലാ ഘട്ടത്തിലും നന്ദിയോടെ ജീവിക്കുന്ന വർത്തിക്കുന്ന അടിമയായിരുന്നു. അള്ളാഹു അവന്റെ ശാക്കിരീങ്ങളിലും ദാക്കിരീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ.